മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതിവിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ഇവിടെ നമുക്കിന്ന് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. നല്ലൊരു എക്സാമ്പിളാണ്, ചെറിയ എക്സാമ്പിളാണ്, പക്ഷെ അത് വളരെ അതിപ്പോ 1:11:80 2:30 AM ആയില്യം 4-ാം പാദം. 1:11:80 ആയില്യം 4-ാം പാദം ഒരെണ്ണം പറഞ്ഞായിരുന്നല്ലോ. ഡിസ്കസ് ചെയ്യാനാണ്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. 1:11:80 ക്ലാസ് മാറിപ്പോയതാ. അത് ഇന്നലത്തെ ക്ലാസ്സിലെ പുതിയ ബാച്ചിൽ പറഞ്ഞ എക്സാമ്പിളാ. ഓ ശരി. നമ്മുടെ പഴയ ബാച്ചാ. പഴയ ബാച്ച്. ജാതക രചന വേണമെന്നുണ്ടെങ്കിൽ അതിന് മോഡലൊക്കെ ഇട്ട് ജോലിയുണ്ട്, അല്ലാതെ ഇപ്പൊ പറയാൻ പറ്റില്ല. സാറേ വേറൊരു കാര്യം കൂടി ഉണ്ട് സാറേ. ഈ നമ്മള് 10-ാം ഭാവത്തിനെ പറ്റിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. 10-ാം ഭാവത്തിനെ പറ്റിട്ട് 10-ാം ഭാവം നേരത്തെ വന്നു. അത് വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ യോഗകാരകത്വം പറഞ്ഞ സ്ഥലത്ത് വെച്ച് അത് വന്നിട്ടുണ്ട്. അതുപോലെ 4 പറഞ്ഞിടത്ത് 10 വന്നിട്ടുണ്ട്. 10 എല്ലായിടത്തും വരുന്നതാണ്. തൊഴിലിനെ കുറിച്ച് സകല സ്ഥലത്തും വരും. 4 പറഞ്ഞപ്പോ 10 വന്നു. യോഗകാരകത്വം പറയുമ്പോൾ 10 വരുന്നത് തൊഴിലിന്റെ ആണ്. അത് യോഗകാരകത്വം പറഞ്ഞ സ്ഥലത്താണ് അത് കൂടുതൽ വന്നിട്ടുള്ളത്. അതാണ് പ്രത്യേകിച്ച് അതിനെ പറയാത്തത്. അത് എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. 10 കർമ്മസ്ഥാനം, അത് എല്ലായിടത്തും തൊഴിൽ, ഇന്ന തൊഴിൽ നോക്കുമ്പോ 1-ാം ഭാവം പറയുമ്പോൾ തന്നെ ആ ഒരു ടീച്ചറെ കേസ് പറഞ്ഞില്ലേ, കർക്കിടക ലഗ്നം 1-ാം ഭാവം പറഞ്ഞിട്ട് ലഗ്നം പറയുമ്പോൾ തന്നെ ടീച്ചറാണെന്ന് പറയുമ്പോൾ 10-ാം ഭാവാധിപന്റെ അംശകാധിപന് അനുരൂപമായ തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞ് അവിടെയും വരും. അതെല്ലായിടത്തും വരുന്നതാണ്. അതായത് നമ്മൾ ജ്യോതിഷം പഠിക്കുമ്പോൾ കറക്റ്റ് ഭാവം പറഞ്ഞുകൊണ്ട് കറക്റ്റാ ചെയ്യാൻ പാടാണ്. ഒരു ഭാവം പറയുമ്പോൾ ബാക്കി ഭാവങ്ങളെല്ലാം ലിങ്കായി വരും. അത് ഏത് എക്സാമ്പിൾ? ഞാൻ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞത് 51, 11-12-51. അത് അതിനുശേഷം ഒരുപാട് വന്നു. പിന്നെ നമ്മൾ പൊളിറ്റീഷ്യൻസിന്റെ കുറെ ജാതകങ്ങൾ നോക്കി. ഇന്ദിരാഗാന്ധിയുടെ, പിന്നെ നരേന്ദ്രമോദിയുടെ, അതൊക്കെ കുറെ നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം വരുമ്പോൾ ഇതെല്ലാം 10-ാം ഭാവമാണ് ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുള്ളത്. അത് 10-ാം ഭാവത്തെ ഹെഡിങ് ഇട്ട് വന്നിരിക്കില്ല, പക്ഷെ അല്ലാതെ വരുമ്പോൾ കൂടുതലും വരും. പിന്നെ 7ഉം 5ഉം നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതലും 7ഉം 5ഉം ഒരുപാട് നോക്കിയത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് ഒരു മോഡല് ഇട്ടുതരാം, നിങ്ങൾക്ക് ഇട്ടുതരാം. ഒരു ജാതക രചനയുടെ ഒരു മോഡല് ഇന്നിട്ട് തരാം, ഇങ്ങനെ എഴുതണം എന്നുള്ളത്. എല്ലാവരുടെയും സോഫ്റ്റ്വെയർ ഉണ്ടാവും. സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ വെച്ച് ആ മോഡൽ നോക്കിയിട്ട് എഴുതുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്
ഇല്ലാതെ പറയണമെങ്കിൽ ഇനിയിപ്പോ ഒന്നും നടക്കില്ല. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് ആയിപ്പോയി എന്നൊന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നെങ്കിൽ നേരത്തെ ഒരിക്കൽ സാറ് പറഞ്ഞു. അതിനുശേഷം പിന്നെ ആരും ആവശ്യപ്പെട്ടില്ല, ഒന്നുമില്ല. കഴിഞ്ഞ ക്ലാസ്സിലത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു. ജാതക രചനയ്ക്ക് ഒരു മോഡൽ വേണം, മോഡലിൽ ഫില്ല് ചെയ്ത് പോകണം. ഇപ്പോഴെല്ലാം മോഡൽ വെച്ചിട്ടാണ് എഴുതുന്നത്. അതിന്റെ പിന്നെ ഫലങ്ങൾ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലിയാണ്. അത് 5ഉം 10ഉം ക്ലാസ് കൊണ്ടൊന്നും തീരുന്നതല്ല. 10, 20, 25 ക്ലാസ് എങ്കിലും വേണം. ഈ പറഞ്ഞതുപോലെ എല്ലാം കൂടെ ക്രോഡീകരിച്ച് എഴുതുന്നു. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞിട്ട് യോഗങ്ങള്, പിന്നെ പൊതുവായ ഫലങ്ങള്, ദശാപകാര ഫലങ്ങള്, ഇന്നൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോ ഇട്ടുതരാം. ഇട്ട് തന്നിട്ട് രണ്ടാമത് എന്തെങ്കിലും ചെയ്യാം. ഒരു മോഡൽ എന്തായാലും ഒന്ന് ഇട്ടുതരാം. അതുപോലെ മതി, ഗ്രൂപ്പിലിട്ടാലും മതി സാറേ. ഗ്രൂപ്പിലിടാം. ഗ്രൂപ്പിൽ തന്നെ ഇന്നത്തെ എഴുതിയ ഒരു മോഡൽ ഡാറ്റ പുറത്ത് ടൈം പുറത്തിട്ട് പേജ് നമ്പറൊക്കെ എടുത്തിട്ട് ക്ലിയർ ആക്കിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഒരു മോഡലുണ്ട്. ശരി, ഇപ്പോഴൊരു എക്സാമ്പിൾ നോക്കാം. 31/14/12/96 ഫീമെയിൽ, പെൺകുട്ടിയുടേതാണ്. ഇത് പെട്ടെന്ന് തീരും. 14/12/96 4:15 PM തിരുവോണം. 2:6:30 ചന്ദ്രൻ. 2:6:30 ചന്ദ്രൻ. ഗ്രഹനില. മീനത്തില് ശനിയും കേതുവും. മീനത്തില് ശനിയും കേതുവും. ഇടവത്തില് ലഗ്നം. ചിങ്ങത്തില് ചൊവ്വ. കന്നിയില് രാഹു. വൃശ്ചികത്തില് രവിയും ശുക്രനും. ധനുവില് ഗുരുവും ബുധനും മാങ്ങി. ഗുരു, ബുധൻ, മാങ്ങി ധനുവില്. മകരത്തില് ചന്ദ്രൻ. നവാംശകം. മീനത്തില് രവി. മേടത്തില് രാഹു. മിഥുനത്തില് ചന്ദ്രനും മാങ്ങി. കർക്കടകത്തില് ശുക്രൻ. കന്നിയില് ബുധനും ശനിയും. കന്നിയില് ബുധനും ശനിയും. തുലാത്തില് കേതു. ധനുവില് കുജനും ഗുരുവും. മകരത്തില് ലഗ്നം. മീനത്തില് രവി. ഇനി പുരുഷ ജാതകം. ഇത് സ്ത്രീ ജാതകമാണ്. ഇനി പുരുഷ ജാതകം. 31/7/90 8:08 PM. 31/7/90 8:08 PM. അനിഴം. 14/4/0 ശനി. 14/4/0 ശനി. ഗ്രഹനില. മേടത്തില് ചൊവ്വ. മിഥുനത്തില് ശുക്രൻ.
കർക്കടകത്തില് രവി, ഗുരു, കേതു. കർക്കടകത്തിലെ രവി, ഗുരു, കേതു. ചിങ്ങത്തിലെ ബുധൻ, വൃശ്ചികത്തിലെ ചന്ദ്രൻ, ധനുവിലെ രാഹു, ധനുവിലെ ശനി. വൃശ്ചികത്തിലെ ചന്ദ്രൻ, ധനുവിലെ ശനി, മകരത്തിലെ സർപ്പനും മാന്തി. നവാംശകം മേടത്തിലെ ശുക്രൻ, ഇടവത്തിലെ രാഹു, മിഥുനത്തിലെ ബുധൻ, കർക്കടകത്തിലെ ഗുരു, ചിങ്ങത്തിലെ ചന്ദ്രനും മാന്തിയും, കന്നിയിലെ ചൊവ്വ, വൃശ്ചികത്തിലെ രവിയും കേതുവും, ധനുവിലെ ലഗ്നവും ശനിയും. ഇനി ദശകളെ താഴെ എഴുതണം. ഡേറ്റ പുറത്തും ജനനശിഷ്ടവും കൂടി കൂട്ടി ദശകളെ താഴെ എഴുതണം രണ്ടുപേരുടെ. സ്ത്രീയുടെ എങ്ങനെ? സ്ത്രീയുടെ എത്ര? ചന്ദ്രൻ ഏത് വരെ? ചന്ദ്രൻ എത്ര വയസ്സ് വരെ? പറയണം. 16/7/99 വരെ തന്നെ ചന്ദ്രൻ. എഴുതിയൊരാരെയും പറയണം. 14/7/99 വരെ ചന്ദ്രൻ, 2006 വരെ കുജൻ, 2024 വരെ രാഹു, 2040 വരെ ഗുരു, 2059 വരെ ശനി. ശരി. ഇനി പുരുഷന്റെ 14/4 31/7/9, 14/7/4 13, 14/11/90, 2004 വരെ, 2004 വരെ ശനി, 2021 ബുധൻ, 28 വരെ കേതു, 48 വരെ. ശരി തന്നെ? 14/11/2004 വരെ ശനി. ശരി തന്നെ? ശരിയാണ് സർ. 21 വരെ ബുധൻ, 28 വരെ കേതു, 48 വരെ ശുക്രൻ. അങ്ങനെ ഇരിക്കട്ടെ. ഒരു പൊരുത്തം കിട്ടാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ദശകളെ എഴുതി നോക്കണം. അതാണ് ആദ്യം നോക്കേണ്ടത്.
ഇതിലാദ്യം ഈ സ്ത്രീയുടെ ജാതകത്തിലും പുരുഷന്റെ ജാതകത്തിലും നോക്കി മാരേജ് സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണെന്ന് പറയുന്നു. ആരെങ്കിലും പറഞ്ഞു നോക്കണം. നമ്മളെല്ലാ റൂൾസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇഷ്ടംപോലെ എക്സാമ്പിൾസും പഠിച്ചു. ആദ്യം സ്ത്രീ ജാതകത്തിൽ നോക്കിയിട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കാം. മീനത്തില് ശനിയും കേതുവും, ഇടവ ലഗ്നം, ചിങ്ങത്തില് ചൊവ്വ, കർക്കടകത്തില് കന്നിയില് രാഹു, വൃശ്ചികത്തില് രവിയും ശുക്രനും, ധനുവില് ഗുരുവും ബുധനും മാതിയും, ചന്ദ്രൻ മകരത്തില്. 7 രവിയും ശുക്രനും. 7 രവിയും ശുക്രനും. വിവാഹത്തിന് എന്താണ് കുഴപ്പം? ശുഭഗ്രഹങ്ങൾ. ശുഭഗ്രഹങ്ങൾ വന്നാൽ എന്താണ് പ്രശ്നം? നമ്മൾ എന്ത് പറയും? അവരുടെ അടുത്ത് എന്ത് പറയും? അത് രവി കൂടി ആയത് കാരണം ചിലപ്പോ ഈ പറഞ്ഞ ഡൈവോഴ്സ് വരെയുള്ള കാര്യങ്ങള്. ഡൈവോഴ്സ് പോലുള്ള കാര്യമൊന്നും രവി വന്നു എന്ന് പറഞ്ഞിട്ട് ഡൈവോഴ്സ് വരണമെന്നില്ല. രവി വന്നിട്ട് പരിഭവം, സ്ത്രീപ്രജ്ഞത പരിഭവം, അതൊക്കെ പതങ്കി വേറെ കാര്യങ്ങളുണ്ട്. വ്യാഴൻ 8 എട്ടിലാണെങ്കിലും സ്വക്ഷേത്ര ബലവാനാണ്. ഇപ്പോഴ് വ്യാഴ ദശയില് വ്യാഴത്തിന്റെ അപകാരമാണ്. സാറേ 7 ശുക്രൻ നിൽക്കുന്നുണ്ട്. 7 ശുക്രൻ നിൽക്കുമ്പോ ഇതിന് സെക്ഷുവലായിട്ട് ഭയങ്കര ഇതായിരിക്കും സ്ത്രീക്ക്. 7 ശുക്രൻ എന്നാൽ സെക്സ്വൽ താല്പര്യം കൂടുതലും കൊണ്ടുവരും. അത് ശരി തന്നെ. അതിന്റെ രാശിയും കൂടെ സാറേ, ചൊവ്വയുടെ രാശി. ചൊവ്വയുടെ രാശിയിൽ ശുക്രൻ നല്ലതല്ല. 7ാം ഭാവത്തിൽ ഉടൻ മ്യൂട്ട് ചെയ്യണം. വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മൾ കറക്റ്റ് ഏത് ശ്ലോകമാണെന്നുള്ളത് കറക്റ്റാ വരണം. അല്ലെങ്കിൽ കറക്റ്റ് ആ പോയിന്റ് പറഞ്ഞാലും മതി. നീചസ്ഥ ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. മധുപകസിത പാപ സംയുക്ത ശുക്ര. വൃശ്ചികൻ 7ാം ഭാവമായി അവിടെ ശുക്രൻ വരുന്നത് നല്ലതല്ല. കളത്രനാശം, അതായത് ഇടവ ലഗ്നക്കാർക്ക് ശുക്രൻ വൃശ്ചികമായ 7ൽ വരുന്നത് കളത്രനാശം പറഞ്ഞ 9 പോയിന്റ് പറഞ്ഞു. പാപേക്ഷിതോവ യതി ബലരഹിത, പാപവർഗസ്ഥിതോവ, പുത്രസ്ഥാനാധിപോവ, മൃതി പവനപതി, മാന്യരാശീശ്വരോവ, നീചസ്ഥ അമരാട്യോ, മധുപകസിത പാപ സംയുക്ത ശുക്ര. ഇടവം ലഗ്നക്കാർക്ക് 7ൽ ശുക്രൻ വരുന്നത് കളത്രനാശം 1. ശുക്രൻ പാപയോഗത്തോടുകൂടി 7ൽ വരുന്നത് 2ാമത്തെ ദോഷം. ഇവിടെ സൂര്യന്റെ കൂടെ വരുന്നു ചൊവ്വയുടെ ദൃഷ്ടി. ചൊവ്വ 7ാം ഭാവപതി തന്നെ, അത് വേറെ വിഷയം. പക്ഷെ ശുക്രന് ചൊവ്വയുടെ ദൃഷ്ടി നല്ലതല്ല. അവിടെ ചൊവ്വ മാത്രമായിട്ട് ദൃഷ്ടി ചെയ്തിരുന്നെങ്കിൽ നന്നായിരിക്കുമായിരുന്നു. 7ാം ഭാവപതി 7ൽ വന്നു കഴിഞ്ഞാൽ കളത്രം ഉണ്ടാകും, വിവാഹം ഉണ്ടാകും എന്നേ പറയാൻ പറ്റുള്ളൂ. ശുക്രന് സൂര്യന്റെ യോഗം. അത് കഴിഞ്ഞിട്ട് ശുക്രേ ധീ ധർമ്മ അസ്തകെ പാനയുക്തേ ഭൗമാട്ടിയെ ധാരവൈകല്യമാകും. ശുക്രൻ 5ലോ 7ലോ 9ലോ വരികയും, ശുക്രൻ 5ലോ 7ലോ 9ലോ വരികയും, അത് സൂര്യന്റെ കൂടെയോ ചൊവ്വയുടെ കൂടെയോ വരികയും ചെയ്താൽ തന്റെ കളത്രത്തിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടാകും. വൈകല്യം എന്ന് പറഞ്ഞാൽ മാനസികമാകാം, ശാരീരികമാകാം. അപ്പോൾ എത്ര പ്രശ്നമെന്ന് നോക്കിക്കൊള്ളു. 1, ഇടവ ലഗ്നക്കാരന് ശുക്രൻ 7ൽ വന്നത് കളത്രനാശം. ശുക്രന് ഒരു പാവന്റെ യോഗവും ഒരു പാവന്റെ ദൃഷ്ടിയും വന്നത് കളത്രനാശം. 2, ശുക്രൻ 5, 7, 9ൽ വന്ന് സൂര്യന്റെ കൂടെയോ ചൊവ്വയുടെ കൂടെയോ യോഗവും കൂടി വന്നു കഴിഞ്ഞാൽ അത് ധാരത്തിന്, തന്റെ കളത്രത്തിന് വൈകല്യം ഉണ്ടാക്കാം. അതൊരു ദോഷം. 3 ദോഷവും ഉണ്ട്. അപ്പോൾ കടുത്ത ഭർത്താവിന്റെ കാര്യത്തിൽ കടുത്ത പ്രശ്നമുള്ള ഒരു ജാതകമാണ്.
ഇതാണ് ഇതറിയേണ്ട. ഇനി ഇത്രയും മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും കൂടുതലായിട്ടൊന്നും നോക്കണ്ട. ഇവിടെ നമ്മളൊക്കെ കൂടി പാപത്വം എണ്ണുമല്ല. അവിടെ ഇന്നത്തെ കാലത്ത് പാപത്വം എണ്ണുന്ന ഒരു വലിയ തമാശയാണ്. എണ്ണുന്നിടത്തൊന്നും ഇത് വരില്ല. ഇനി പുരുഷ ജാതകത്തിന് നോക്കണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കണം. ലഗ്നം ഏത്? പുരുഷന് ലഗ്നം ഏത്? കുംഭലഗ്നം. കുംഭലഗ്നം. 7-ാം ഭാവം ഇതുപോലെ നോക്കിയാൽ മതി. 7-ാം ഭാവം, ഭാവപതി, കാരകനെയൊക്കെ നോക്കിയാൽ മതി. ഇപ്പൊ നിങ്ങൾ നോക്കിയ പോലെ നോക്കിയാൽ മതി. നിങ്ങൾ കറക്റ്റായിട്ട് 7-ലാണ് കൊണ്ട് പിടിച്ചത്, കറക്റ്റായിട്ട് ഇരുന്നു. ഏഴാം ഭാവത്തിൽ ബുധനാണ് സാറേ. 7-ാം ഭാവത്തിൽ ബുധൻ വന്നാൽ എന്താണ് കുഴപ്പം? ക്ലീബയോഗം. ബുധനും ശനിയും ക്ലീബഗ്രഹങ്ങളാണ്. സൗമ്യേ നീചാരാരിവേ സപ്തമസ്തേ ഭാര്യ ദുഷ്ടാചാരിണി എന്നൊക്കെ പറയും. അതെന്ത് പറഞ്ഞാലും 7-ല് ബുധൻ നീചത്തിലോ ശത്രുക്ഷേത്രത്തിലോ, ഇപ്പൊ സൂര്യന്റെ രാശി ബന്ധുക്ഷേത്രമൊന്നുമില്ല. ബുധന് സൂര്യന്റെ രാശി, ബുധന് ബന്ധുവാണ്. പക്ഷെ സൂര്യന് ബുധൻ ബന്ധുവല്ല, സമനാണെന്ന് തോന്നുന്നു. സൂര്യന് ബുധൻ 11-ന്റെയും 2-ന്റെയും അധിപതി, അപ്പോൾ സമൻ. ബുധന് സംബന്ധിച്ച് ബുധന്റെ സ്വക്ഷേത്രം ഉച്ചം മൂലത്രികോണത്തിൽ 7-ആയിട്ട് വന്നാൽ കുഴപ്പമില്ല. ബാക്കി എവിടെ 7-ൽ വന്നാലും കുഴപ്പം തന്നെയാണ്. സൗമ്യേ നീചാരാരിവേ സപ്തമസ്തേ ഭാര്യ, എല്ലാം നിങ്ങളുടെ നോട്ടിലുണ്ട്. ഇനിയിപ്പോ ഒന്നും നോക്കണ്ട. ദുഷ്ടാചാരിണി വൈശികി. ബുധൻ നീചത്തിലോ ശത്രുക്ഷേത്രത്തിലോ 7-ാം ഭാവമായിട്ട് വന്നാൽ ഭാര്യ നന്നായിരിക്കൂല എന്ന്. കാരണം ബുധൻ ക്ലീബഗ്രഹം, അത് തന്നെയാണ് മറുപടി. 7-ാം ഭാവപതി 6-ല് പോയി. സൂര്യൻ എവിടെ നിൽക്കണം നോക്കണം. ഇത് ഈ സ്ത്രീക്ക് വ്യാഴത്തിന്റെ അപകാരകാലത്ത് കല്യാണം നടന്നു. സ്ത്രീക്ക് വ്യാഴത്തിന്റെ അപകാരകാലത്ത് കല്യാണം നടന്നു. കല്യാണം നടന്ന് 1.5 വർഷം അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അപ്പോഴ് ഈ പയ്യന് കല്യാണത്തിനോട് താല്പര്യമില്ല. അവർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്ലീബയോഗം എന്ന് വെച്ചാൽ അറിയാമല്ലോ എന്താണെന്ന്. വിവാഹ ജീവിതത്തിനോടുകൂടി താല്പര്യമില്ലാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിന് ഏതോ ഒരു എക്സാമ്പിൾ കൊടുത്താർക്കും, ഒരു സഹോദരങ്ങളെ പോലെയോ അല്ലെങ്കിൽ കൂട്ടുകാരെ പോലെയോ ജീവിക്കുക, അത്ര തന്നെ. അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു ആ പെൺകുട്ടി. പിന്നെ നിവർത്തിയില്ലാതെ വീട്ടിൽ പറഞ്ഞ് 2 മാസമായി, ഡൈവേഴ്സായിട്ട് 2 മാസമായി, 2-3 മാസമായി. ഇന്നലെ കിട്ടിയ ജാതകമാണ്. 2 മാസമായെന്നാണ് എന്നോട് പറഞ്ഞത്. ഡൈവേഴ്സ് പേപ്പറായി, മ്യൂച്വലായിട്ട് ഡൈവേഴ്സ് ചെയ്തു. ഇവിടെ ഈ പുരുഷനെ സംബന്ധിച്ച് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. 7-ൽ ബുധൻ നിൽക്കുന്നു. 7-ാം ഭാവപതി 6-ൽ പോയി എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. എത്രയോ ജാതകങ്ങളിൽ 7-ാം ഭാവപതി 6-ൽ നിൽക്കുന്നു. ഇനി ശുക്രന് ശനിയുടെ ദൃഷ്ടിയുണ്ട്, നോക്കണം. ശുക്രന് ശനിയുടെ ദൃഷ്ടി കിടന്നാൽ സ്വഭാവ ദൂഷ്യമാണ് പറയുന്നത്. ശുക്രേ ശനിവർഗ സപ്ത ദാസ്യാതിശക്ത എന്നാണ്. ദാസികൾ പോലുള്ള പെമ്പിള്ളരുമായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നേ പറയുന്നു. കല്യാണം നടക്കൂല, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിന് താല്പര്യമില്ല എന്നൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ?
ശുക്രന് ശനിയുടെ ദൃഷ്ടി സ്വഭാവ ദൂഷ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ശുക്രൻ ബലമില്ലാതെ ശനിയുടെ രാശികളിൽ നിൽക്കുക, ശനിയുടെ യോഗ ദൃഷ്ടികൾ വന്നു കഴിഞ്ഞാൽ ദാസികൾ പോലുള്ള പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ടാകും. ദാസി എന്ന് വെച്ചാൽ തന്നെക്കാളും തരം കുറഞ്ഞ വീട്ടുജോലിക്കാരോ അല്ലെങ്കിൽ ഓഫീസുകളാണെങ്കിൽ ഓഫീസിൽ കീഴ് ജീവനക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടവരും എന്നേ പറയുന്നുള്ളൂ. വിവാഹ ജീവിതത്തിൽ താല്പര്യമില്ല എന്ന് പറയണമെങ്കിൽ ഈ ബുധനെ കൊണ്ട് മാത്രം തന്നെ പറയാൻ പറ്റുള്ളൂ. വേറെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതിൽ വേറെ ഒന്നും കാണാനില്ല. ബുധനും ശനിയും 7 വരുന്നത്. അതായത് ബുധനാണ് ഏറ്റവും പ്രധാനം. നപുംസകത്വം വരുന്നത് ബുധന് കുഴപ്പം. ശനി വിവാഹം നടത്താൻ താല്പര്യം കാണിക്കില്ല, വിവാഹം നടത്താൻ സമയം പിടിക്കും. ഇവിടെ 7ാം ഭാവാധിപൻ 6ൽ പോയി കേതുരാഹു ബന്ധമുണ്ട്, ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്, പക്ഷെ വ്യാഴത്തിന്റെ ബന്ധവുമുണ്ട്. പാപബന്ധമുണ്ട്, ശുഭബന്ധമുണ്ട്. 7ൽ ശുഭപാപബന്ധം വന്നു കഴിഞ്ഞാൽ മിശ്രൈ പുനർപൂപ്പവേത് ഡൈവേഴ്സായി. ഇനി ഡൈവേഴ്സ് ആകണമെങ്കിൽ എന്തൊക്കെ ചാൻസ് വേണം പറഞ്ഞു നോക്കണം. 7ൽ ശുഭനും പാപനും നിന്നാൽ മിശ്രൈ പുനർപൂപ്പവേത്. സ്ത്രീക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ശുഭനും പാപനും കൂടി 7ൽ നിൽക്കുന്നു. അപ്പോൾ ഡൈവേഴ്സ് ഉണ്ടാകാം എന്ന് ആരും ഒരാൾ പറഞ്ഞു, 1-2 പേര് പറഞ്ഞില്ലേ? സ്ത്രീക്ക് പറഞ്ഞു. അത് തന്നെയാണ് കാരണം. അതാണ് ഡൈവേഴ്സ് ആയത്. ശുഭനും പാപനും. സ്ത്രീക്ക് നോക്കണം, സ്ത്രീക്ക് 7ാം ഭാവത്തില് ശുക്രനും സൂര്യനും നിൽക്കുന്നു, ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്, 2 പാവന്റെ ബന്ധമുണ്ട്. അപ്പോൾ ശുഭനും പാവനും കൂടി 7ൽ വന്നാൽ രണ്ടാമത് വേൽക്കപ്പെടണം, രണ്ടാമതൊരു കല്യാണത്തിന് ചാൻസ് ഉണ്ട്. പുരുഷൻ വന്നിട്ട് 7ാം ഭാവപതി സൂര്യന് ശുഭഭാവബന്ധം. 7ാം ഭാവത്തിൽ സൂര്യന് ശുഭൻ വ്യാഴം കൂടെ നിൽക്കുന്നു, കേതു നിൽക്കുന്നു, ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. അവിടെയും വേറെ കല്യാണം നടന്നുകൂടാ എന്നൊന്നുമില്ല. പക്ഷെ അയാളെ സംബന്ധിച്ച് കല്യാണം നടക്കാൻ ചാൻസ് ഇല്ല, അയാൾക്ക് താല്പര്യമില്ല. സാറേ 7ൽ ബുധൻ വരുമ്പോൾ ഇയാൾക്ക് താല്പര്യമില്ലെന്നാണോ അല്ല ഭാര്യക്ക് ഇയാൾക്ക് താല്പര്യമില്ലെന്നാണ് പറയുന്നത്. ബുക്കിൽ പറയുന്നത് ഒരു സ്ത്രീയുടെ 7ല് ബുധനും ശനിയും വന്നു കഴിഞ്ഞാൽ തന്റെ കളത്രം തനിക്ക് കിട്ടുന്ന ഭർത്താവ് ഇതിനാണ് ആ കുഴപ്പം പറയുന്നത്. പക്ഷെ അങ്ങനെ തന്നെ വരണമെന്നുള്ള നിർബന്ധമില്ല, 2 പേർക്കും വരാം. കാരണം 7ല് ബുധൻ നിന്നാൽ ലഗ്നത്തിലെ ദൃഷ്ടിയില്ലേ? ലഗ്നം ആരുടെ രാശി നോക്കണം? ലഗ്നം ആരുടെ രാശി? അപ്പോൾ ശനിയുടെ രാശിയിൽ ബുധന്റെ ദൃഷ്ടി. ശനിയും ബുധനുമായിട്ട് ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ടു. ലഗ്നത്തിൽ ശനിയും ബുധനും കൂടി ബന്ധപ്പെട്ടപ്പോഴേക്ക് കക്ഷിക്ക് വരാനാണ് ചാൻസ് കൂടുതൽ. ഭാര്യയ്ക്ക് വേണമെങ്കിലും വന്നോളാം. ഇവിടെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ കുഴപ്പം ഭാര്യയ്ക്കില്ല. പക്ഷെ പയ്യനെ സംബന്ധിച്ച് വേറെ ഒരു ദോഷവുമില്ല. ഒരു ലഹരിക്കടിമയോ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടോ ജാടി ജീവിതമോ അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ ഒരു കുഴപ്പം താല്പര്യമില്ല. ഇനി ഒരു കാര്യം കൂടി നോക്കിക്കൊള്ളണം. പുരുഷല്ല, നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കണക്കാക്കാണ് ഞാൻ ദൂരം ഉണ്ടാകുന്നത്. ലഗ്നത്തില് ബുധന്റെ ദൃഷ്ടി ഉണ്ടോ? ശനിയുടെ ദൃഷ്ടി ഉണ്ടോ? ബുധനും ശനിയും കൂടി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ക്ലീബത്വം വരുമോ വരില്ലേ? ലഗ്നത്തില് ബുധന്റെ ദൃഷ്ടിയും കിടക്കുന്നു, ശനിയുടെ ദൃഷ്ടിയും കിടക്കുന്നു. അപ്പോൾ കക്ഷിക്ക് വരാനല്ലേ ചാൻസ് കൂടുതൽ. 7ല് ബുധൻ നിൽക്കുന്നതേ ഉള്ളൂ, ശനിയുടെ ദൃഷ്ടിയില്ല. 7ല് ശനിയുടെ ദൃഷ്ടിയില്ല, ലഗ്നത്തിനാണ് ബുധനും ശനിയും ബന്ധപ്പെട്ടത്. ക്ലീബെ അസ്തസ്തേ ബുധമെന്ന യുവ എന്ന് പറയുന്നതിന് ക്ലീബെ ലഗ്നസ്തേ ബുധമെന്ന യുവ എന്ന് പറയുന്നതാണ് കുറെ കൂടി കറക്റ്റ്. അപ്പോൾ ലഗ്നത്തിനെ ബാധിക്കുള്ളൂ. ശനിയുടെയും ബുധന്റെയും യോഗം വന്നത് അല്ലെങ്കിൽ 2 പേരുടെയും ദൃഷ്ടി വന്നത് ലഗ്നത്തിനാണ്, ലഗ്നത്തിനെ ബാധിച്ചത്. സന്താനങ്ങളും ഇല്ല.
ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ജാതകങ്ങളാണ്, വലിയ ഒരുപാടൊന്നും പറയാനില്ല. നമ്മളിപ്പം പറയാൻ വന്നതെന്ന് വെച്ചാൽ പാപത്വം എണ്ണി നോക്കാൻ നിൽക്കരുത്, എണ്ണി നോക്കി ആളുകളെ ഉപദ്രവിക്കരുത്. നമ്മൾ ജാതകം നോക്കി മനസ്സിലാക്കണം. ഇനി ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ അവര് വളരെ കേരളത്തിന് പുറത്ത് സെറ്റിൽഡായ ആൾക്കാർ, മലയാളീസാണ്, പക്ഷെ കേരളത്തിന് പുറത്താണ്. അവിടെ വെച്ച് ആലോചിച്ച് കണ്ടവും അവര് നമ്മൾ സാധാരണ തിരക്കുമ്പോൾ പയ്യന്റെ ജോലി എന്ത്, വിദ്യാഭ്യാസം എന്ത്, കുടുംബം എന്തെന്നൊക്കെ നോക്കുള്ളൂ. അതിലൊന്നും ഒരു തകരാറുമില്ല. നല്ലൊരു കമ്പനി പണിയാണ്, നല്ലൊരു ജോലിയുണ്ട്, പിന്നെ കുടുംബ പശ്ചാത്തലമൊക്കെ കൊള്ളാം. എല്ലാ രീതിയിലും അവർ ആലോചിച്ച് നോക്കിയപ്പോൾ എല്ലാം നന്നായിരുന്നു, ഒരു കല്യാണം നടത്തി. പക്ഷെ ഇങ്ങനെ ലഗ്നത്തിനാണ് കുഴപ്പം, ശനിയുടെയും ബുധന്റെയും ദൃഷ്ടി, ആ ഒരു സ്വഭാവം ഉണ്ടായി. ഇതൊന്ന് എഴുതാം. ഇനി നടക്കുന്ന ദശകൾ ഏതൊക്കെ? സ്ത്രീക്ക് വ്യാഴത്തിന്റെ ദശയാണ്. വ്യാഴം അഷ്ടമത്തിൽ നിന്നാലും ബലമുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വ്യാഴദശയിലാണ് വിവാഹം നടന്നതും ഡൈവേഴ്സായതും. പയ്യനെ സംബന്ധിച്ച് ഏത് ദശ? ശിഹിയില് ഗുരുവിന്റെ അവതാരം, കേതുവില് ഗുരുവിന്റെ അവതാരം. കേതു 6, ഗുരു 6. 6 അശുഭസ്ഥാനമാണ്. കേതുവില് ഗുരുവിന്റെ ദശയാണ് ഇപ്പൊ നടക്കുന്നത്. കേതു ദശയില് ഗുരു അപകാരകാലത്താണ് ഡൈവേഴ്സായത്. ശനിയുടെ അപകാരകാലത്താണ് വിവാഹം നടന്നത്. ശനിയുടെ അല്ല, രാഹുവിന്റെ. ഇതെഴുതണം. സ്ത്രീയുടെ ലഗ്നം ഇടവം. ഇടവ ലഗ്നത്തിന് 7 ശുക്രൻ വരുന്നത് കളത്രനാശം. ഇടവ ലഗ്നത്തിന് 7 ശുക്രൻ വരുന്നത് കളത്രനാശം. രണ്ട്, ശുക്രന് പാപയോഗ ദൃഷ്ടികൾ വരുന്നതും കളത്രനാശമാണ്. ശുക്രന് പാപയോഗ ദൃഷ്ടികൾ വരുന്നതും കളത്രനാശമാണ്. ഇവിടെ ശുക്രന് സൂര്യന്റെ യോഗവും ചൊവ്വയുടെ ദൃഷ്ടിയും. ഇവിടെ സൂര്യന് ശുക്രന്റെ യോഗവും, ഇവിടെ ശുക്രന് സൂര്യന്റെ യോഗവും ചൊവ്വയുടെ ദൃഷ്ടിയും. വ്യാഴദശയിൽ വ്യാഴ അപകാരകാലത്ത് വിവാഹം നടന്നു. വ്യാഴദശയിൽ വ്യാഴ അപകാരകാലത്ത് വിവാഹം നടന്നു. ഈ വിവാഹം നടക്കുമ്പോൾ വ്യാഴം ചാരവശാൽ ലഗ്നത്തിൽ സഞ്ചരിച്ചിരുന്നു.
അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം ബലവാനുമാണ്. അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം ബലവാനുമാണ്. ശനി ദൃഷ്ടിയുമുണ്ട്. ശനി ദൃഷ്ടിയുമുണ്ട്. ഇപ്പോഴെഴുതിയ ഒരു സെന്റൻസ് മനസ്സിലായോ എന്ന് നോക്കണം. അതായത് വ്യാഴം അഷ്ടമത്തിൽ പോണെങ്കിലും അതിന് ബലമുണ്ട്, സ്വന്തം രാശിയിലാണ് നിൽക്കുന്നത്. വ്യാഴത്തിൽ വ്യാഴ അപകാരം വരികയും ചാരവശാൽ ആ വ്യാഴം ലഗ്നത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. ഇപ്പോൾ വ്യാഴം എവിടെ വന്നു? കർക്കിടകത്തിലല്ലേ വന്നത്? ഇപ്പൊ ഇന്നലെ കർക്കിടകത്തിൽ വന്നു. ശരി തന്നെ. ശരി. അതിനു മുമ്പ് ഒരു വർഷം മിഥുനത്തിൽ നിന്നു. അതിനു മുൻപാണ് കല്യാണം നടന്നത്. കല്യാണം നടന്നിട്ട് 1.5 വർഷമായെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇടവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴാണ് കല്യാണം നടന്നത്. വ്യാഴം 7 വരുന്നത് നല്ലതാണ്, വിവാഹത്തിന് നല്ലതാണ്. ചാരവശാൽ ഇപ്പൊ വ്യാഴത്തിന്റെ അപകാരം നടക്കുകയും ചെയ്യുന്നു. ആ വ്യാഴം ചാരവശാൽ 7 ദൃഷ്ടി വന്നു. ലഗ്നത്തിൽ നിൽക്കുമ്പോൾ 7 ദൃഷ്ടി. അങ്ങനെ വന്നാൽ വിവാഹം നടക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് അഷ്ടമത്തിൽ നിൽക്കുന്നു. ശനിയുടെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് തട്ടിക്കളയുകയും ചെയ്യും. ആ വ്യാഴം 11ാം ഭാവപതിയാണ്. 11 വിവാഹത്തിന്റെ ആളാണ്. 8ാം ഭാവപതിയാണ്. അപ്പോൾ വ്യാഴത്തിന് 8ന്റെ ജോലിയും ചെയ്യണം, 11ന്റെ ജോലി ചെയ്യണം. ഞാൻ പലപ്പോഴും പറയാറില്ലേ നിങ്ങളുടെ അടുത്ത്, ഒരു ഗ്രഹത്തിന് 2 ആധിപത്യം ഉണ്ടെങ്കിൽ 2 ജോലിയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള ഓർമ്മയുണ്ടോ? പറഞ്ഞിട്ടുള്ളത് ഓർമ്മയുണ്ടോ? ഈ വ്യാഴം 11ാം ഭാവപതി. 11, 2, 7, 11 വിവാഹ സ്ഥാനങ്ങളാണ്. 2, 7, 11 വിവാഹ സ്ഥാനങ്ങൾ. 2ാം ഭാവപതി, 7ാം ഭാവപതി, 11. അപ്പോൾ 11ാം ഭാവപതി എന്നുള്ള നിലയ്ക്കും അത് സ്വക്ഷേത്ര ബലം എന്നുള്ള നിലയ്ക്കും അതിന്റെ ജോലി അത് ചെയ്തു, വിവാഹം നടത്തിക്കൊടുത്തു. അഷ്ടമാധിപനാണ്, അതിന് ശനിയുടെ ദൃഷ്ടിയും കൂടി ഉണ്ട്, വിവാഹത്തിന് വേർപെടുത്തുകയും ചെയ്യും. ഇതാണ് ഒരു ഗ്രഹത്തിന്റെ ജോലി എന്ന് പറയുന്നത്. 2 ആധിപത്യം ഉണ്ടെങ്കിൽ 2 ജോലി അത് ചെയ്യും. 2 ആധിപത്യം വന്നാൽ 2 ജോലിയും ചെയ്യും. ഇവിടെ വിവാഹം നടക്കാൻ വന്ന കാര്യം 11ാം ഭാവപതിയാണ് വ്യാഴം, അത് ബലമുണ്ട്. ചാരവശാൽ ആ വ്യാഴൻ ലഗ്നത്തിൽ വരികയും കൂടി ചെയ്യും. ലഗ്നത്തിൽ ചാരവശാൽ വരുമ്പോൾ 7 ദൃഷ്ടി. ഗുരു 7 ബന്ധപ്പെടുന്നത് സ്ത്രീകൾക്ക് വിവാഹത്തിന്റെ സമയമാണ്. ഒരു സെന്റൻസ് കൂടി എഴുതിക്കൊള്ളണം. വ്യാഴം 8ഉം 11ഉം ഭാവപതിയാണ്. 8ഉം 11ഉം ഭാവപതിയാണ്. വ്യാഴം 8ഉം 11ഉം ഭാവപതിയാണ്. 11ാം ഭാവപതി എന്ന നിലയ്ക്ക് വിവാഹം നടത്തി. 11ാം ഭാവപതി എന്നുള്ള നിലയ്ക്ക് വിവാഹം നടത്തി. അഷ്ടമാധിപൻ എന്നുള്ള നിലയ്ക്ക് വിവാഹബന്ധം വേർപെടുത്തി. ഇതാണ് നമ്മൾ പറയുന്നത്. വ്യാഴമായിരുന്നാലും ദോഷം തന്നെയാണ്. ഇവിടെ വ്യാഴത്തിന് ബലമുണ്ട്. 11ാം ഭാവപതി എന്ന നിലയ്ക്ക് വിവാഹം നടത്തി. നമുക്ക് വേറെ എന്ത് എടുക്കാൻ പറ്റും? വേറെ എന്തെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇതിനകത്തിന് വേറെ എന്തെങ്കിലും നമ്മുടെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് കിട്ടാൻ വഴിയുണ്ടോ? വിവാഹം നടന്നതും വ്യാഴത്തിന്റെ ദശയിൽ, വ്യാഴത്തിന്റെ അപാരത്ത്, അതേ വ്യാഴ ദശയിൽ വ്യാഴ അപാര കാലത്ത് തന്നെ വിവാഹബന്ധവും വേർപെട്ടു. 11ാം ഭാവപതി നടത്തിക്കൊണ്ടു, 8ാം ഭാവപതി വേർപിരിച്ചു. ഇനി പുരുഷ ജാതകത്തിൽ ഏഴിൽ
ബുധൻ നിൽക്കുന്നത് 7 ബുധൻ നിൽക്കുന്നത് വിവാഹ ജീവിതത്തിന് നല്ലതല്ല, ക്ലീബഗ്രഹമാണ്. 7 ബുധൻ നിൽക്കുന്നത് വിവാഹ ജീവിതത്തിന് നല്ലതല്ല. ഏഴാം ഭാവതി 6 ഏഴാം ഭാവതി 6 കേതുവിന്റെയും ചൊവ്വയുടെയും ബന്ധം 7ആം ഭാവതിക്കുണ്ട്. കേതുവിന്റെയും ചൊവ്വയുടെയും ബന്ധം 7ആം ഭാവതിക്കുണ്ട്. ശനിയും ബുധനും ലഗ്നത്തെ വീക്ഷിക്കുന്നു. ശനിയും ബുധനും ലഗ്നത്തെ വീക്ഷിക്കുന്നു. ശനിയും ബുധനും ലഗ്നത്തെ വീക്ഷിക്കുന്നു. ഇത് ജാതകന് ക്ലീബത്വമുണ്ടാക്കുന്നു. ഇത് ജാതകന് ക്ലീബത്വം ഉണ്ടാക്കുന്നു. ഇദ്ദേഹത്തിന് വിവാഹ ജീവിതത്തിനോട് താല്പര്യമില്ല. വിവാഹ ജീവിതത്തിനോടുകൂടി താല്പര്യമില്ല. ഈ കാരണം കൊണ്ട് വിവാഹ ബന്ധം വേർപെടുത്തി. ഈ കാരണം കൊണ്ട് വിവാഹ ബന്ധം വേർപെടുത്തി. ഇപ്പോൾ നടക്കുന്ന ദശയും കേതുദശയാണ്. ഇപ്പോൾ നടക്കുന്ന ദശയും കേതുദശയാണ്. കേതു 6 ചൊവ്വ ദൃഷ്ടിയോടുകൂടിയാണ് നിൽക്കുന്നത്. കേതു 6 ചൊവ്വ സൂര്യ വ്യാഴ ബന്ധത്തിൽ നിൽക്കുന്നു. കേതു 6 ചൊവ്വ സൂര്യ വ്യാഴ ബന്ധത്തിൽ നിൽക്കുന്നു. ശരി, ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും ഇതിൽ പറയാനുണ്ടോ? സാർ ഇവര് ഡൈവോഴ്സായി എത്ര തവണ കല്യാണം കഴിക്കാൻ സാധ്യത അങ്ങനെ അറിയാൻ പറ്റുന്നത്? അതൊക്കെ എങ്ങനെ ആൾക്കാരെ പറയുന്നതാണ്. അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് ബുക്കുകളിൽ ആധികാരികമായിട്ടുള്ള ഒന്നും പോലെ പറയുന്നില്ല. എത്ര കല്യാണം നടക്കും, 2ഉം 3ഉം നടക്കാം. അത് പറയുന്നത് എത്ര ഒരു 7 എത്ര ഗ്രഹം നിൽക്കുന്നു,
അത്രയും കല്യാണം നടക്കും എന്നൊക്കെ പറയുന്നെങ്കിൽ പിന്നെ ഇയാളിൽ 4-5 ഗ്രഹം നിൽക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഒറ്റ കല്യാണത്തില് നടക്കും. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ആചാരമാണ്. അന്ന് കല്യാണത്തിന് നിയന്ത്രണമില്ല, നിയമങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരാൾക്ക് ഇഷ്ടംപോലെ കല്യാണങ്ങൾ നടത്താനും ഒക്കെ സൗകര്യമുണ്ട്. ഇപ്പോഴും എല്ലാം നിയമക്കുറിപ്പുകളാണ്. സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ? സാറേ ലഗ്നം വ്യാഴം വന്നിട്ട് അതിന്റെ 7ാം ഭാവത്തിൽ കുജനും ബുധനും ശുക്രനും കൂടെ നിന്നാല് 2 വിഭാഗം നടക്കാൻ സാധ്യത വരുമോ? ലഗ്നം വന്നിട്ട് മീനൻ രാശിയിൽ, അതിന്റെ 7ാം രാശിയെ കന്നി രാശി കുജനും ബുധനും ശുക്രനും കൂടെ വന്ന 2 കല്യാണം നടക്കാൻ സാധ്യത ഉണ്ടാവുമോ സാറേ? അതുകൊണ്ട് മാത്രമാണ് കുജനും ശുക്രനും ബുധനും. അവിടെ ശുക്രന് ബലമില്ല. ശുക്രന് മ്യൂട്ട് ചെയ്യണം. ഒന്ന് മ്യൂട്ട് ചെയ്യണം. അവിടെ ബുധൻ 7ാം ഭാവപതി, ബലമുണ്ട്. ശുക്രൻ അഷ്ടമാധിപതി കൂടിയാണ്. 3ന്റെയും 8ന്റെയും അധിപതി ബലമില്ലാതെ നിൽക്കുന്നത് നല്ലതല്ല. ചൊവ്വയും ശുക്രനും കൂടി നിൽക്കുന്നതും അവിടെ നല്ലതല്ല. അവിടെ വരുമ്പോൾ ഈ ചൊവ്വയ്ക്ക് ശത്രുക്ഷേത്രം, ശുക്രന് നീചം. സ്വഭാവ ദൂഷ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ടിരിക്കും. അതായത് ശുക്രനും ചൊവ്വയും കൂടി 7ന് വരുമ്പോൾ 1-2 വ്യത്യാസങ്ങളുണ്ട്. ഈ ശുക്രനും ചൊവ്വയും ബലമുള്ള രാശിയാണെങ്കിൽ, ഇപ്പൊ മീനത്തില് ശുക്രനും ചൊവ്വയും കൂടി വന്നാണ് കണക്കാക്കുക. മീനം 7 വ്യക്തമായിട്ട് കേട്ടോളൂ. മീനം 7 അതായത് കന്നി ലഗ്നം. അപ്പോൾ മീനം 7, അവിടെ ശുക്രനും ചൊവ്വയും നിന്നാൽ ശുക്രൻ ഉച്ചം, ചൊവ്വയ്ക്ക് ബന്ധുക്ഷേത്രം. അപ്പോൾ സ്വഭാവ ദൂഷ്യം ഉണ്ടെങ്കിലും അത് മാനേജ് ചെയ്യാൻ താല്പര്യമുണ്ടാകും. ആൾക്കാരെ കൂടുതലൊന്നും സംസാരിപ്പിക്കാതെയും പിന്നെ നാണക്കേടുണ്ടാക്കാത്ത രീതിയിൽ പോകും. കാരണം 2 പേർക്കും ബലമുണ്ട്. ശുക്രൻ ഉച്ചം, ചൊവ്വയ്ക്ക് ബന്ധുക്ഷേത്രം. നേരെ മറിച്ച് മീന ലഗ്നത്തിന് 7 കന്നി. കന്നിയിൽ ശുക്രനും ചൊവ്വയും കൂടി നിന്ന് കഴിഞ്ഞാൽ ചൊവ്വയ്ക്ക് ശത്രുക്ഷേത്രം, ശുക്രന് നീചം. ഒരു നിയന്ത്രണം കാണില്ല, ആരെയും പേടിയും ഭയവും ഒന്നും ഇല്ലാത്ത രീതിയിൽ പോകും. അവിടെ ബുധനും കൂടി നിൽക്കുന്നത് കൊണ്ട് കുറച്ചൊരു നിയന്ത്രണം വരും. പിന്നെ 2 കല്യാണം നടക്കുമ്പോൾ എളുപ്പമെന്ന് വെച്ചാൽ നമ്മൾ ആ ദശയും അപകാരവും കൂടി നോക്കിയാൽ പറയാം. ഏത് നക്ഷത്രമാണ്? നക്ഷത്രം ഏത്? നക്ഷത്രം അറിയാമോ? ഉത്രാടം 2ാം പാദം. ഉത്രാടം 2ാം പാദം ദശയാണ്. സൂര്യൻ ഒരു 4 വർഷം ഇട്ടുക. 14, 7, 21 വയസ്സ് വരെ ചൊവ്വ. 14 മുതൽ 21 വരെയാണ് ചൊവ്വ വരുന്നത്. ആ ചൊവ്വയുടെ സമയം വരുമ്പോൾ അപവാദങ്ങളൊക്കെ കേൾക്കാനിട വരും. ഒരു 14 മുതൽ 21 വരെയൊക്കെ ചൊവ്വ പറയാം ഉദ്ദേശം. ആ ചൊവ്വയുടെ സമയം വരുമ്പോൾ എന്തായാലും അപവാദങ്ങളൊക്കെ കേൾക്കുക, പേരദോഷങ്ങളൊക്കെ കേൾക്കാൻ വരും. അത് കഴിഞ്ഞ് പിന്നെ രാഹു, വ്യാഴം, ശനി. അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിരുന്നാലും ഇങ്ങനെയുള്ള യോഗം നല്ല യോഗമല്ല. വിവാഹം 2ഓ 3ഓ ഒക്കെ നടക്കാൻ ചാൻസ് വരും. കാരണം നിൽക്കുന്ന ശുക്രന് ബലമില്ല, ചൊവ്വയ്ക്ക് ബലമില്ല. ശുക്രനാണെങ്കിൽ അഷ്ടമാധിപതിയാണ്. ബുധനെ കൊണ്ട് കുഴപ്പമില്ല. ബുധൻ ഉച്ചം, 7ാം ഭാവത്തിൽ ഉച്ചമായതുകൊണ്ട് ബുധനെ കൊണ്ട് കുഴപ്പം. ശുക്രന് ചൊവ്വയും നല്ലതല്ല. ഇത്ര കല്യാണം നടന്നേ? ഒരു കല്യാണം കഴിഞ്ഞ സാറേ, ഇനിയും കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ടോ? ശനി എവിടെ നിൽക്കുന്നേ? അറിയാമോ? ശനി കർക്കിടകത്തില സാറേ. ശനി കർക്കിടകത്തിൽ. ശനി കർക്കിടകത്തിൽ നിൽക്കുന്നെങ്കിൽ പിന്നെ 1976 അല്ലെങ്കിൽ 2006 ആയിരിക്കും. 76.
76 76 ഒരുപാട് പ്രായമായി. 24 26 50 വയസ്സായി. 50 വയസ്സായി. ഡൈവേഴ്സ് ആയി പോകും. കാലിന്റെ ക്യാരക്ടറൊക്കെ എങ്ങനെയാണ്? ഡൈവേഴ്സ് ഒന്നും ആയിട്ടില്ല ഇതേവരെ. പക്ഷെ അയാൾ രണ്ടാമത് ഇനി കല്യാണം കഴിക്കുമോ എന്നുള്ളതാണ് നമുക്ക് സംശയം. ക്യാരക്ടർ സൈഡൊന്നും തൃപ്തികരമല്ല. അല്ല. അങ്ങനെ വരും. കാരണം ബുധനും കൂടി അവിടെ നിൽക്കുന്നത് കൊണ്ട് അല്പം ഒരു നിയന്ത്രണം വരും. ബുധൻ 7ാം ഭാവത്തിൽ ശുഭൻ ബലമുള്ളത് കൊണ്ട് നിയന്ത്രണം വരും. വ്യാഴം നിൽക്കുന്നത് മീനത്തിലല്ലേ? വ്യാഴം മീനത്തിലല്ലേ നിൽക്കുന്നത്? അല്ല സാറേ, വ്യാഴം നിൽക്കുന്നത് ഇടവത്തില, ഗുളികന്റെ കൂടെ, മാന്തിയുടെ കൂടെ. ഇല്ലല്ലോ, വ്യാഴം ഇടവത്തിൽ വരില്ലല്ലോ. എങ്കിൽ തെറ്റ്. വ്യാഴം മീനം മേടത്തിലൊക്കെ വരും, ഇടവത്തിൽ പോകില്ല. 76 മീനത്തിലേ വരുള്ളൂ. മീനത്തിലോ മേടത്തിലോ വരും. ഒന്ന് നോക്കണം. ശരി, അടുത്ത വേറെ സംശയം. സാറേ, എന്റെ ഫ്രണ്ടിന്റെ വൈഫ്, അയാള് ചോദിച്ചതാണ്, ഈ പെൺകുട്ടിയുടെ ജാതകത്തിൽ അങ്ങനെ ഇത് കാണാനില്ല. പക്ഷെ അവര് കല്യാണം കഴിച്ചെങ്കിലും പെൺകുട്ടി ഫുൾ ടൈം അവളെ വീട്ടിൽ തന്നെ, കുട്ടികളൊക്കെ ഉണ്ട് 2 ആള്. പക്ഷെ പെൺകുട്ടീന്റെ ചിങ്ങം ലഗ്ന വരുന്നത്, 7 ചന്ദ്രൻ. മ്യൂട്ട് ചെയ്യണം കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ മ്യൂട്ട് ചെയ്യണം, ഉടൻ മ്യൂട്ട് ചെയ്യണം. ചിങ്ങ ലഗ്നം, 7 ചന്ദ്രൻ. ശനി എവിടെ? ശനി 5, അത് ധനു. ശനി 5 ധനുവിലാണെങ്കിൽ 1989 90 90 ചതയം. അവിടെ ചന്ദ്രന് ശനിയുടെ ദൃഷ്ടി, അത് നല്ലതല്ല. 11 രവിയും ഗുരു. 11 രവിയും ഗുരു. ഇവിടെ 11 പ്രശ്നം. അപ്പോഴ് ഈ 7 വ്യാഴത്തിന്റെ ദൃഷ്ടി കൊണ്ട്, ശനിയുടെ ദൃഷ്ടി കൊണ്ട്. അപ്പോഴും വിവാഹ ബന്ധം വേറുപെടാൻ ചാൻസ് ഇല്ല, പക്ഷെ കുറച്ച് അലട്ടലുണ്ടാവും. ഇവർ തമ്മിൽ ടേംസ് തെറ്റി, അങ്ങോട്ട് തെറ്റി ഇങ്ങോട്ട് തെറ്റി, വഴക്ക്, വയ്യാവേല, പിണക്കങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഉണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. കാരണം ശനിയെ ചന്ദ്രൻ വീക്ഷിക്കുന്നത് പുനർപൂ യോഗമാണ്. പക്ഷെ വ്യാഴത്തിന്റെ ദൃഷ്ടി കൂടി അവിടെ ഉള്ളത് കൊണ്ട് നിയന്ത്രിക്കും. വ്യാഴം ശനിയെയും വീക്ഷിക്കുന്നുണ്ട്, 7ാം ഭാവത്തിനെയും വീക്ഷിക്കുന്നുണ്ട്. പിന്നെ ലഗ്നം ചിങ്ങ ലഗ്നമാണ്, അല്പം ഗർവൊക്കെ ഉണ്ടാവും. അതെ, സിംഹം ലഗ്നം. പിന്നെ 7 ചന്ദ്രനാകുമ്പോ ഈ അമ്മ പറയുന്നത് കേൾക്കുന്നു. ഈർഷ്യ തീവ്രമതോ മതേ. ഈർഷ്യ, പെട്ടെന്ന് ദേഷ്യം വരിക, ഗർവ് കാണിക്കുക. ലഗ്നവും ഗർവിന്റെ രാശിയാണ്. ഒന്നും ചെയ്യൂല, അഡ്ജസ്റ്റ് ആയിട്ടങ്ങ് പോകും. ഈ ആണുങ്ങളെ ഇയാളെ 7 ബുധൻ ശുക്രനും ഉണ്ട്, ലഗ്നത്തില് ശനി കുജൻ വരുന്നുണ്ട്. ഇപ്പൊ ശനിദശ തുടങ്ങിയോ? ഈ കക്ഷിക്ക് ശനിദശ തുടങ്ങിയോ? ആണുങ്ങള് ഇപ്പൊ വ്യാഴദശ. അപ്പൊ രാഹു വളരെ കാണും, രാഹു ഒരുപാട് കാണും. വ്യാഴദശ കഴിഞ്ഞിട്ട് ശനിദശയൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ശനിയാണ് 7 ചന്ദ്രനെ വീക്ഷിക്കുന്നത്, ശനിയാണ്, കുറച്ച് ബുദ്ധിമുട്ട്. ആരോഗ്യപരമായിട്ട് കുടുംബ ജീവിതത്തിൽ, ആരോഗ്യപരമായിട്ടല്ല, കുടുംബ ജീവിതത്തിൽ ബുദ്ധിമുട്ട്, അലട്ടലുണ്ടാവും.
അയാൾക്ക് ഇതേപോലെ ലഗ്നത്തിൽ കുജനും ശനിയുണ്ട്, 7 ബുധനും ശുക്രനാണ്. പക്ഷെ ഇത് ഡൈവോഴ്സ് ഒന്നും ആയില്ല. അയാൾക്ക് ബുധനും ശനിയുണ്ട്. അയാള് ഒരു ബുധനും ശുക്രൻ 7, കുജനും ശനി ലഗ്നത്തില്. അയാൾ ഒരു പ്രത്യേക ടൈപ്പാണ്. വ്യാഴം പക്ഷെ ഇതിന്റെ ധനുവില്ല. ഒരു ധാർമ്മികത്വമുള്ള ആളല്ല അയാൾ. ഇതൊക്കെ ഒരു പ്രത്യേക ടൈപ്പുകളായിരിക്കും, നമുക്കൊന്നും പറയാൻ പറ്റൂല. ആള് മെലിഞ്ഞ ടൈപ്പാണ്, കാണാനൊന്നും വലിയ മെച്ചപ്പെട്ട ടൈപ്പല്ല. മെലിഞ്ഞിട്ട് എന്റെ കൂടെ പഠിച്ചതാ, മെലിഞ്ഞ ആളാ. മെലിഞ്ഞാൽ ശനിയും ചൊവ്വയൊക്കെ ലഗ്നമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ശുഷ്ക ഗ്രഹങ്ങൾ ലഗ്നമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ശോഷിച്ച ശരീരമായിരിക്കും, കാണാൻ ഭംഗിയുണ്ടാവില്ല, കറുത്ത നിറമായിരിക്കാനും ചാൻസ് ഉണ്ട്. അതിന് ചൊവ്വയും ശുക്രനൊക്കെ കൂടി ആയിരംഭിക്കുമ്പോൾ വലിയ ദോഷമാണ്. ഇതൊക്കെ നമ്മൾ പൊരുത്തി വിടരുത്. നമുക്ക് വേണ്ടത്തക്ക ആൾക്കാരായിട്ട് ഒന്ന് പൊരുത്താൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ പൊരുത്താൻ ഇല്ല എന്ന് പറഞ്ഞു. ശരി, അടുത്തിനി നമുക്ക് ഇന്നത്തെ ഫിനിഷിങ്ങിന്റെ സാർ ലാൽ സാർ. സാറേ നമസ്കാരം. കഴിഞ്ഞോ സാർ? കഴിഞ്ഞു. അപ്പൊ നമ്മള് ഈ കോഴ്സ് ഇന്ന് കൊണ്ട് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ ഏകദേശം നമ്മൾ 1 വർഷം കഴിഞ്ഞു ഈ കോഴ്സ് തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് ഇന്ന് ഈ പഠിച്ച കോഴ്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാവരും ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. കേൾക്കാനുള്ള താല്പര്യമുണ്ട്. ഓരോരുത്തരായിട്ട് മൈക്കും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ പറയുക. സാറേ വളരെ നല്ല കോഴ്സായിരുന്നു, എനിക്കിഷ്ടമാണ്. കാരണം ഡീറ്റെയിൽസ് കൂടി ഒന്ന് പറഞ്ഞത്. പേര്, എവിടെയാണ് സ്ഥലം, എന്ത് ചെയ്യുന്നു? ഇത്ര മതി. എന്റെ പേര് സ്ഥലം, എന്ത് ചെയ്യുന്നു? പ്രഭാകരൻ നായർ, ഹരിപ്പാട്. പ്രത്യേകിച്ച് മോഹൻ സാറിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് 100 ജീവനാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതാണ് ഞാൻ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ എനിക്ക് ചേരണം സാറേ എന്ന് പറയുന്നത്. അത്ര സൂപ്പർ ക്ലാസ്സാണ്. ഇതുപോലെ ഒരു മനുഷ്യരും പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു സാർ, വളരെ നന്ദിയുണ്ട്. ജോലി എന്താണ്? ഞാനിപ്പം ജ്യോതിഷം, ദേവപ്രശ്നമൊക്കെ നോക്കുന്നുണ്ട് സാർ, ചെറിയ രീതിയിലൊക്കെ. ഗുഡ്. അതുപോലെ പൂജകളും ഒക്കെ ചെയ്യുന്നുണ്ട്. തന്ത്രഭൂഷണം പാസ്സായതാ. അപ്പൊ അടുത്ത ആള് പറയൂ. ജാല മാഡം പറഞ്ഞു. സാറ് പറഞ്ഞോണ്ട് സാറേ. കൃഷ്ണൻ സാറ് പറയാം. ഓരോരുത്തരുടെ പേര് പറയാൻ തുടങ്ങിക്കോളൂ, കുഴപ്പമില്ല. എന്റെ പേര് സനൽ എന്നാണ്. ഞാൻ സ്ഥലം കണ്ണൂരാണ്, നിലവിൽ കോട്ടയത്താണ്. ഞാൻ പറയണം. കോട്ടയാണ്. ഇപ്പൊ ഇതേപോലെ നമ്മുടെ ഇതേ ക്ലാസ്സുകൾ ഞാനിപ്പോ ഒരുപാട് എല്ലാ ക്ലാസ്സുകളും ഏകദേശം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ജ്യോതിഷത്തിന്റെ പ്രശ്നത്തിന്റെ ആയാലും പ്രശ്നത്തെ ഇരിപ്പുണ്ട്. ഇപ്പൊ ഒന്നും പറയാനില്ല. നേരത്തെ മറ്റേ സാറ് പറഞ്ഞതുപോലെ ഇത്രയും നല്ല ക്ലാസ് നമുക്ക് എനിക്കറിയില്ല, കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയില്ല. പല സ്ഥലത്തും ഞാൻ പഠിക്കാൻ 1-2 വർഷമൊക്കെ ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് പോയിട്ട് ഒന്നും പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ ഇതിന് ചേർന്നപ്പോ മനസ്സിലായി, അവർ ഒരു ചാപ്റ്റർ തന്നെയായിരുന്നു 1.5 വർഷമൊക്കെ പഠിപ്പിച്ച ആൾക്കാരുണ്ട്. അത് ഇതിന് ചേർന്നപ്പോ മനസ്സിലായത് ഈ ഒരു ചാപ്റ്റർ ആയിരുന്നു 1.5 വർഷം നമ്മൾ എല്ലാ ഞായറാഴ്ചയൊക്കെ പോയിരുന്നു ഇങ്ങനെ സമയം കളഞ്ഞിരുന്നു. അപ്പോ ഇതിന് ഇത്രയും നല്ലൊരു സംഭവം എൻ്റെ ഒരു അറിവിൽ എവിടെയും ഇല്ല. അപ്പം സാറിന് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് ഒരിക്കലും നമുക്ക് അത്രയും ഭയങ്കര
സാറാണ് ശരിക്ക് ഈ എന്താണ് ഒരു വിദ്യ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുക. അത്രയും ആത്മാർത്ഥമായിട്ടാണ് സാറ് ചെയ്യത്. അതാണ് ഒരു മോഹനൻ സാർ. ഒന്നും പറയാനില്ല അതിന്. ഇനിയും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിനും ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിനും ചേരുന്നതായിരിക്കും. കാരണം ഇതിന് ചേർന്നില്ല, നമ്മൾ ക്ലാസ് കേട്ടില്ല, നമ്മൾ ഇതിന്റെ ടച്ച് നമ്മൾ കുറേശ്ശെ അങ്ങ് പോയിപ്പോ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും പിന്നെ സാറിന്റെ ഓരോ ക്ലാസ്സിലും കഴിഞ്ഞ ക്ലാസ്സിലുള്ള കാര്യങ്ങളല്ല സാറ് പറയുന്നത്, അതിലും ഭയങ്കര മാറ്റമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അതും ഒരു വലിയൊരു കാര്യമാണ്. എത്രത്തോളം നമുക്ക് അതിന് ഒന്നും പറയാനില്ല. അത്രയും ഇതായി നമ്മളെ ലൈഫിൽ തന്നെ ഒരു വലിയൊരു കാര്യമായിപ്പോ ഇത് പഠിക്കാൻ ചേർന്ന്. അതുപോലെ ലാൽ സാറിന് ഇത്രയും നല്ലൊരു ക്ലാസ് അറേഞ്ച് ചെയ്ത് ഇതിനെ കോർഡിനേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതും വലിയൊരു ഉത്തരവാദിത്തം. സാറും വളരെ നല്ല രീതിയിലാണ് ചെയ്യുന്നത്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നന്ദി സാറിന് അറിയിക്കുന്നു. താങ്ക് യു സാർ. അടുത്ത കൃഷ്ണൻ നമ്പൂരി സാറേ പറയൂ. മൈക്ക് ഓൺ ചെയ്തോളൂ, ഞാൻ മൈക്ക് ഓഫ് ചെയ്തായിരുന്നു. നമസ്കാരം സാറേ. പൊരുത്തം ഇത്രയും ഭംഗിയായിട്ട് വേറെ എങ്ങും എടുത്തിട്ടില്ല. ഈ ആയുസിന്റെ കാര്യമൊക്കെ, അതുപോലെ സന്താനത്തിന്റെ കാര്യങ്ങള്, ഇതൊക്കെ പൊരുത്തത്തിലും കൂട്ടിച്ചേർത്തത് മോഹൻ സാറാണ്. അത് ഇതുപോലെ ഒരു സ്ഥലത്തും ഞാൻ കേട്ടിട്ടില്ല. ഞാനൊക്കെ ആയുസിന്റെ പഠിക്കാനായിട്ട് ഓരോ ഭാഗങ്ങളും 100 ശ്ലോകങ്ങളും ഒക്കെയാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അല്ല, ഞങ്ങളെ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാ. പക്ഷെ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളെല്ലാം സാറ് പറഞ്ഞു തന്നു. ഈ ക്ലാസ് തീർന്നല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്നിപ്പോ വിചാരിക്കുന്നു. ഉദാഹരണ സഹിതം കുറച്ചുകൂടെ ഉദാഹരണങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാമായിരുന്നു എന്ന്. എന്തായാലും ഇതൊരു വലിയ അനുഭവമായി, വലിയൊരു എക്സ്പീരിയൻസ് ആയി. ഈ പൊരുത്താവുന്ന വിഷയം നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചില്ല എങ്കിൽ 2 ജീവിതമാണ് നമ്മുടെ കൈ വരുന്നത്. അത് വൃത്തിയായിട്ട് നമ്മൾ നോക്കിക്കൊടുത്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. അതുപോലെ ക്ലീബാഗ്രഹം, ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ എൻ്റെ അറിവിലൊരു 3-4 കല്യാണം ഇങ്ങനെയൊക്കെ ക്ലീബാഗ്രഹത്തിന്റെ ഇതില് പോയിട്ടുണ്ട്. അത് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ വ്യക്തമായിട്ട് സാറിന് ക്ലാസ് വന്നപ്പോഴാണ് പഠിക്കാൻ പറ്റിയത്. വളരെ സന്തോഷമുണ്ട്. മോഹൻ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. എന്നാലും ഈ 1 വർഷം കൊണ്ട് സാറ് ക്ലാസ് നിർത്തിയല്ലോ എന്നുള്ള സങ്കടമേ ഉള്ളൂ. തുടർന്നിരുന്നെങ്കിൽ ഇനിയും കേൾക്കാമായിരുന്നല്ലോ എന്ന്. ഓക്കെ സാർ, നമസ്കാരം സാർ, സന്തോഷം. ഓക്കെ, അടുത്ത ആള് മണി സാറേ. മണി. എൻ്റെ പേര് മണി എന്നാണ്. സ്ഥലം എറണാകുളം. അമ്പലത്തിലെ പൂജാരിയാണ്. സാറിന്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഈ അടുത്ത ബാച്ചിൽ ഞാൻ ചേർന്നിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഓരോ ക്ലാസ്സും വ്യത്യസ്തമായിട്ടുള്ളതാണ്. സൂപ്പർ ക്ലാസ് ആയിരുന്നു. തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്തായാലും സാറിന് നേരിട്ട് കാണണം. അടുത്ത് തന്നെ വരും ഞാൻ. നമസ്കാരം. എൻ്റെ പേര് മഞ്ജിത്ത്. ഗവൺമെന്റ് സർവീസ്. വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്യണമെങ്കിൽ ഒന്ന് ആൾക്കാരെയൊക്കെ ഒന്ന് കാണാമായിരുന്നു. നമ്മൾ ആരെയും കണ്ടിട്ടില്ല. ഓക്കെ. പറയണം. സൗണ്ട് ക്ലിയർ ആയിട്ട് വരുന്നില്ല. കുറച്ച് പറഞ്ഞു. പാടാണ് അത്. വളരെ എല്ലാം പഠിപ്പിക്കുന്നത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതിൽ ആധികാരികമായിട്ടൊന്നും പറയാൻ വളരെ എക്സലന്റ് ക്ലാസ്സാണ്. ചെയ്യാം. ഓക്കെ സാറേ. ഓക്കെ, അടുത്ത ആള്. എന്റെ പേര് പരമേശ്വരൻ എന്നാണ്. എന്റെ പേര് പരമേശ്വരൻ എന്നാണ്. ഞാൻ പാലക്കാട് നെന്മാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത്. പക്ഷേ ലാൽ സാർ ആയ കാരണം ജ്യോതിഷം എന്താണെന്ന് എനിക്ക് പഠിക്കാൻ പറ്റി. അതിൽ മോഹനൻ സാറിന്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ ക്യാപ്സ്യൂൾ രൂപത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കടലായ ജ്യോതിഷത്തിൽ ക്യാപ്സ്യൂൾ രൂപത്തിൽ എല്ലാം എടുത്ത് ഓരോരുത്തർക്കും പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് വളരെ മെച്ചപ്പെട്ട ക്ലാസ്സുകളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ ഏവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഗുരുനാഥൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സുകൾ താങ്കളുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ജ്യോതിഷം
ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. എൻ്റെ പേര് നമസ്കാരം. എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. മോഹൻ സാറിന്റെ നമ്മൾക്ക് ഞാൻ ആരെയും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു സാറേ, വെറ്റിലെ ജ്യോതിഷത്തിന്റെ ഇതിന്. ലാസ്റ്റ് വെറ്റിലെ ജ്യോതിഷത്തിന്റെ ലാസ്റ്റ് ക്ലാസ്സിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. ഞാനിപ്പോ ഓൺ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഷർട്ട് ഇടാണ്ടിരിക്കുകയാണ്. അല്ലല്ല, അപ്പൊ സാറിന്റെ മോഹൻ സാറിന്റെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇപ്പൊ വേറെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാല്, എന്തുകൊണ്ടാണ് ഒരു ഗ്രഹം ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്നുള്ള റീസണിങ് ഒരിക്കലും കിട്ടാറില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഇപ്പൊ മേടത്തിൽ ഇപ്പൊ കുജൻ നിൽക്കണ് അല്ലെങ്കിൽ ശനി നിൽക്കണ്, അപ്പൊ എന്തായിരിക്കും അവിടെ ബലം, അത് എന്തുകൊണ്ടുണ്ടാവണ്, അല്ലെങ്കിൽ അതേപോലെ ഒരു ഭാവത്തിൽ ഇന്ന ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ അത് ആ ബേസിക് ആയിട്ടുള്ള ആ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ക്ലാസിക് ടെക്സ്റ്റിലും അത് എന്തുകൊണ്ടാണെന്ന് എഴുതിയിട്ടില്ല, വെറും ഫലങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ സാറിന്റെ ക്ലാസ്സിൽ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാറിന്റെ വായന്ന് വീഴും. അപ്പൊ അത് നമ്മുടെ ഉള്ളില് അത് ഇന്ന മാതിരിയാണെന്നുള്ള ആ ഒരു സ്വാത്വികമായിട്ടുള്ള ഒരു ഇൻസൈറ്റ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വളരെ പ്രാക്ടിക്കലായിട്ട് ആണ് എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോ സാറിന്റെ നോട്ട്സ് ഒക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ആണ് സാറ് അവതരിപ്പിച്ചിട്ടുള്ളത്. സാറിന്റെ ക്ലാസ് എന്തായാലും മറ്റുള്ള ക്ലാസ്സുകളെക്കാളൊക്കെ വളരെ വ്യത്യസ്തമാണ്. കാരണം എന്താ പറഞ്ഞാൽ അത്രയും ഡീപ്പായിട്ടുള്ള ആ ഇൻസൈറ്റുകളൊന്നും ഒരിടത്തുനിന്നും കിട്ടില്ല, ഒരു ബുക്കിൽ നിന്നും കിട്ടില്ല. അതാണ് അതിന്റെ പ്രത്യേകത. താങ്ക് യു സാർ. ഓക്കെ, അടുത്ത ആള്. എൻ്റെ പേര് അശോകൻ എന്നാണ്. എൻ്റെ വീട് ഇവിടെ ആലുവയ്ക്ക് അടുത്ത് തിരുവരാനക്കുളം അടുത്താണ്. വളരെ നല്ല ക്ലാസ്സുകളാണ് സാറിൻ്റെ. വളരെ എല്ലാ ക്ലാസ്സുകളിലും നല്ല നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ നല്ലതാണ്. ഇന്നലത്തെ ക്ലാസ്സിലുണ്ടായിരുന്നു അല്ലേ? ഇന്നലെ ഉണ്ടായിരുന്നു. ശരി, ഉറുദുവിന്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ആളപ്പോ. രൂപ. സാർ, എന്റെ പേര് രൂപ എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് കാറ്റാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. മോഹൻ സാറിന്റെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. സാറ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട്സും ഒക്കെ തരുന്നുണ്ടായിരുന്നു. വളരെ യൂസ്ഫുൾ ആയ ക്ലാസ് ആയിരുന്നു. നന്നായിരുന്നു സാർ. താങ്ക് യു സാർ. അടുത്ത ആള്. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ, തൊടുപുഴ. ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റിട്ടയർ ആയതിനു ശേഷമാണ് പിന്നീട് ജ്യോതിഷത്തെ കുറിച്ച് എനിക്ക് യാതൊരു വിവരവും ഇല്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. ഈ ഭാരതീയ ജ്യോതിഷത്തിൽ ചേർന്ന പിന്നെ 3 വർഷമായിട്ട് ഇതിനകത്ത് അടിസ്ഥാന ജ്യോതിഷം മുതലാണ് ഇവിടുന്ന് പഠിക്കുന്നത്. മോഹൻ സാറിന്റെ ക്ലാസ്സിൽ തീർന്നു, വളരെ സന്തോഷം. ജ്യോതിഷത്തെ കുറിച്ച് മനസ്സിലായി. അതിന് വളരെയധികം നന്ദിയുണ്ട്. ഇനി സാറിന്റെ അനുഗ്രഹം ഉണ്ടാകണം. നന്ദി. ഓക്കെ, അടുത്ത ആള്. സാർ, എൻ്റെ പേര് ഇന്ദിര. സാറിന്റെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. നോട്ട്സും കറക്റ്റായിട്ട് കിട്ടിയേക്കുന്നതുകൊണ്ട് ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും അതിൽ നോക്കാമെന്നുള്ളൊരു ധൈര്യം. ക്ലാസ്സും നല്ലതായിരുന്നു. പുരുഷത്തിന്റെ ക്ലാസ്സും വളരെ നല്ലതായിരുന്നു. സാറിന് താങ്ക്സ് സാർ. ഓക്കെ, അടുത്ത ആള്. നമസ്കാരം സാർ, എൻ്റെ പേര് ജ്വാല. മനസ്സിൽ നിറഞ്ഞ സംതൃപ്തിയും ഒപ്പം ഒരുപാട് കൃതജ്ഞതയുണ്ട് സാറിനോട്. ജ്യോതിഷം എന്നത് കേവലം ഒരു അറിവ് മാത്രമല്ല, അതൊരു വലിയ പ്രകാശമാണ്. ആ പ്രകാശത്തിലേക്ക് മോഹൻ സാറ് ഞങ്ങളെ വിരൽ ചൂണ്ടി
നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ മോഹൻ സാറിനെ പറ്റി എത്ര പറഞ്ഞാലും മതിയാവൂല. ജ്യോതിഷത്തിലെ സങ്കീർണമായിട്ടുള്ള ഹോരാശാസ്ത്രത്തിലെ ഓരോ ശ്ലോകങ്ങളും സാറ് വളരെ ലളിതമായിട്ട് ഹൃദ്യമായിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അത് സാറിന്റെ ഒരു അധ്യാപന ശൈലി കൂടിയാണ്. സാറിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണത്. ഒരു നല്ല അധ്യാപകൻ ഒരു പാഠപുസ്തകം മാത്രമല്ല പഠിപ്പിക്കണം, ആ വിദ്യയോട് എങ്ങനെ ആദരവോടുകൂടി സമീപിക്കണം എന്നും കൂടിയാണ് സാറ് കാണിച്ചു തരുന്നത്. സാറിന്റെ ക്ലാസ്സുകളിൽ പഠിക്കാൻ സാധിച്ചത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതണത്. പ്രിയപ്പെട്ട സാറിനെ പാദ നമസ്കാരം. ഇത്രയും മികച്ച രീതിയിൽ ഈ ക്ലാസ്സുകൾ ക്രമീകരിക്കുകയും ഞങ്ങൾക്ക് പഠിക്കുവാൻ അവസരം ഒരുക്കി തരികയും ചെയ്യുന്ന ലാൽ സാറിനോടുള്ള കടപ്പാട് വാക്കുകൾക്ക് അപ്പുറമാണ്. മോഹന സാറിനും ലാൽ സാറിനും ഈശ്വരന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം സാർ. ഓക്കെ, അടുത്ത ആള്. ഇനിയും രണ്ടുപേരുണ്ട്. സാറേ, എൻ്റെ പേര് രാമാനന്ദൻ എന്നാണ്. എറണാകുളം ചോറ്റാനിക്കര അടുത്താണ്. ചോറ്റാനിക്കര ഒരു ലോഡ്ജിലെ പണിക്കാരൻ ജോലിയായിരുന്നു. ഇപ്പൊ ഒരു വർഷമായിട്ട് പോകുന്നില്ല. ഇവിടുന്ന് നടത്തണ ക്ലാസ്സിൽ മിക്കവാറും എല്ലാത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ കോഴ്സിലാണേലും ഇതൊന്നും കൂടാണ്ട് ആബ്സെന്റ് ആവാണ്ട് എല്ലാ ക്ലാസ്സിലും പങ്കെടുത്തിട്ടുണ്ട്. ഇത് ഒരു പരീക്ഷ കോഴ്സ് കഴിഞ്ഞതിന്റെ ഒരു പരീക്ഷ നടക്കാനുണ്ട്. 2 പരീക്ഷയും കൂടി അടുത്തടുത്ത് വരാണ്ടിരുന്നാൽ എളുപ്പം സൗകര്യം ഉണ്ടാകുന്നു മാത്രം. ഓക്കെ, അടുത്ത ആള്. ഒരാള് വിട്ടുപോയി. ഓക്കെ സാർ, ഓക്കെ. അപ്പം എല്ലാരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ കുറച്ചു പേർക്കൊക്കെ അറിയാൻ പറ്റും. എന്നാലും ഞാനൊന്ന് സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് അജയലാൽ എന്നാണ്. ആക്ച്വലി നിങ്ങൾ വിചാരിക്കും ഞാനൊരു വലിയ ജ്യോതിഷ പണ്ഡിതന്റെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി, ബന്ധപ്പെട്ട ഒരു വ്യക്തി ആണെന്ന് നിങ്ങൾക്കൊക്കെ ചിലർക്കൊക്കെ തോന്നിയേക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നുമല്ല. എൻ്റെ വീട്ടിലാർക്കും ജ്യോതിഷം അറിയത്തില്ല. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കുടുംബത്തിൽ ആർക്കും ജ്യോതിഷത്തെ പറ്റി യാതൊരു ബന്ധവുമില്ല. പക്ഷെ എങ്കിലും ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് ജ്യോതിഷത്തോട് വളരെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. എൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയായിരുന്നു. ഞാൻ ആ കോൺട്രാക്ട് വർക്കുകളായിരുന്നു ചെയ്തിട്ടുണ്ടിരുന്നത്. കേരള ഒട്ടുക്കും ഞാൻ അതുപോലെ തന്നെ ബാംഗ്ലൂരും ഒക്കെ പോയി വളരെ വർഷങ്ങളായിട്ട്, ഏകദേശം ഒരു 30 വർഷത്തോളം ഞാൻ ഈ മേഖലയിൽ തന്നെ ആയിരുന്നു. അതിനുശേഷം അപ്പോഴും ഞാൻ ഈ ജ്യോതിഷത്തിന്റെ ബുക്കുകളൊക്കെ വാങ്ങിക്കും, പഠിക്കും, വായിക്കാറുണ്ട്. അത് വെച്ചിട്ട് ചെറിയ ചെറിയ ഫലങ്ങളൊക്കെ ആൾക്കാരോട് പറയും. അങ്ങനെയൊക്കെ ഉള്ള ഒരു താല്പര്യം എനിക്ക് എന്തോ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം 2015 കൂടിയാണ് ഞാൻ ഇത് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം. ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാനിത് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ പല ഗുരുക്കന്മാരെ തേടി നടന്നു. ആദ്യം ഞാൻ പോയത് വാസ്തുശാസ്ത്രം പഠിക്കാനായിട്ടാണ്. അത് ചങ്ങനാശ്ശേരിയിൽ ഒരു ഗുരുനാഥന്റെ അടുത്ത് പോയി ഫീസും ഒക്കെ കൊടുത്തു. പക്ഷെ ആ ക്ലാസ് അവിടെ നടന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗുരുനാഥന് ചെറിയ അസൗകര്യങ്ങളൊക്കെ വന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് കൊടുത്ത പൈസയൊക്കെ പോയെങ്കിൽ ഞാൻ വേറെ സങ്കടമൊന്നുമില്ല. പുള്ളി ഒരു നോട്ട്സ് തന്നു എനിക്ക്, അതിന്റെ ഒരു ആമുഖമായിട്ടുള്ള ഒരു നോട്ട്സ് തന്നു. ഞാൻ ആ നോട്ട്സ് വായിച്ചു. വളരെ വളരെ സന്തോഷത്തോടെ ആ നോട്ട്സിനകത്ത് കുറച്ച് പോയിന്റ്സ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു നോട്ട്സിലുണ്ടായിരുന്ന ചില കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തന്നെ തുടങ്ങുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചത്. പിന്നീട് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നു. യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ. അവിടെ ഞാൻ 6 വർഷം ജ്യോതിഷം പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ 2 വർഷം അവിടെ വാസ്തു പഠിച്ചു. പിന്നെ പെൻഡില ജ്യോതിഷം അവിടെ നിന്ന് തന്നെയാണ് പഠിച്ചത്. പിന്നെ ടെമ്പിൾ വാസ്തു
അവിടെ നിന്ന് തന്നെയാണ് പഠിച്ചത്. അങ്ങനെ ഏകദേശം ഒരു 8 വർഷത്തോളം ഞാൻ കോളേജിൽ നടന്നു. പണ്ട് എനിക്ക് കോളേജിൽ പോകാൻ പറ്റാത്തതിൽ വളരെ സങ്കടപ്പെട്ട ഒരു വ്യക്തിയാണ്. കാര്യം ഞാൻ ടെക്നിക്കൽ സൈഡാണ് പഠിച്ചത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വീട്ടിൽ പറയുമായിരുന്നു എനിക്ക് കോളേജിൽ പോയി പഠിക്കാൻ പറ്റിയില്ല. വളരെ വിഷമിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഈ അവസാനം ഒരു 50 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കോളേജിൽ പോയി കോളേജിലെ ബെഞ്ചിനും ആ റൂമിലൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം, അതും 8 വർഷം കോളേജിൽ പോയി പഠിക്കാൻ പറ്റി. അതെനിക്ക് വളരെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് എനിക്ക് കുറെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പൊ ഇതിന്റെ കാരണം തേടി ഞാൻ നടക്കുകയാണ്. അങ്ങനെ ഞാൻ വാസ്തുശാസ്ത്രപ്രകാരം വാസ്തുദോഷം കൊണ്ടാണോ എനിക്കിങ്ങനെ പറ്റിയത്, പിന്നെ എൻ്റെ ജാതക ദോഷമാണോ, ഇങ്ങനെ ഞാൻ അന്വേഷിച്ച് അങ്ങനെയാണ് ഞാൻ ഇത് പഠിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ എനിക്ക് പറ്റിയതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചു, എല്ലാം ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ചു. വാസ്തുദോഷം ഉണ്ടായിരുന്നു, അതിനകത്ത് എൻ്റെ പേരിന്റെ കുഴപ്പമുണ്ടായിരുന്നു, എനിക്ക് ജാതകപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ എല്ലാ പ്രശ്നങ്ങളെയും എനിക്ക് ഈ പഠനത്തിലൂടെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാല് ഇത് പകർന്നു കൊടുക്കണം, ഇത് ആരെങ്കിലും ഒക്കെ ഇത് പഠിക്കണം, ഇത് പകർന്നു കൊടുക്കണം. ഇതൊരു വലിയൊരു ശാസ്ത്രമാണ്. ഇത്രയും പ്രകൃതായ ശാസ്ത്രം ആരുടെയും ഒന്നും പകർന്നു കൊടുക്കാതെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടാകുകയും അപ്പൊ എൻ്റെ കൂടെ പഠിച്ച കുറച്ച് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ജ്യോതിഷമൊക്കെ പഠിച്ച സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, നമുക്കൊരു സ്ഥാപനം തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് എല്ലാവരും സഹായിച്ചു, എന്നെ തുടങ്ങുന്നതിന് വേണ്ടി സഹായിച്ചു. അങ്ങനെ ഞാൻ ഏകദേശം 2015 നമ്മൾ ഇതിന്റെ വർക്ക് ആരംഭിച്ചു. ചെറിയ രീതിയിലൊക്കെ പഠനങ്ങൾ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്തു. ആദ്യം നമ്മൾ ഇതെല്ലാം ചെയ്തത് ഓഫ്ലൈൻ ക്ലാസ്സുകളായിരുന്നു. അപ്പം ആദ്യം പ്രസന്നകുമാർ സാറാണ് അവിടെ പഠിപ്പിച്ചത്. പിന്നീട് ആണ് മോഹൻ സാർ അവിടെ വരുന്നത്. മോഹൻ സാർ വന്ന് നമ്മൾ 9 പേരെയും കൊണ്ടാണ് ആ സ്ഥാപനം തുടങ്ങുന്നത്. 9 പേരാണ് പഠിക്കാനുണ്ടായിരുന്നത്. അതിൽ നിന്ന് കുറച്ച് പേരൊക്കെ പോയി, പിന്നെ കുറച്ച് പേരൊക്കെ വന്നു. അങ്ങനെ പിന്നീടാണ് ഈ ഓൺലൈൻ മേഖലയിലേക്ക് വന്നത്. എന്നുവെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, കൊറോണ ഒക്കെ വന്ന സാഹചര്യത്തിലാണ് ഇതിലേക്ക് ചിന്തിക്കുന്നത്. അങ്ങനെ ഓൺലൈനിൽ നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. ഈ ക്ലാസ്സുകൾ എടുത്തപ്പോഴത്തേക്ക് വളരെ ദൂരത്തു നിന്നും ഈ ഇന്ത്യയിലും കേരളത്തിന് വെളിയിലും എല്ലാ സംസ്ഥാനങ്ങളിലും വിദേശത്ത് വരെ UK നിന്ന് വരെ ഇവിടെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പഠിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. അവരെല്ലാം ഇവിടെ പഠിച്ചു. വളരെ സന്തോഷത്തോടെ അവർ നമ്മളോട് അഭിപ്രായങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ വളരെ ഒരു മജിസ്ട്രേറ്റ് വരെ ഇവിടെ പഠിച്ചതായിട്ട് എനിക്കറിയാം. ഇവിടെ ജ്യോതിഷം പഠിച്ചിരുന്നു, പിന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ, വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പഠിച്ചിരുന്നു. അപ്പൊ അങ്ങനെ അവർക്കൊക്കെ വളരെ സന്തോഷത്തോടെ അവർ പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി എന്നെ സഹായിച്ച എൻ്റെ ഈശ്വരനോട് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിക്കാനായിട്ട് വന്ന മോഹൻ സാർ എന്ന് വെച്ചാൽ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത്രയും വളരെ കൃത്യമായിട്ട് ഇതുപോലൊന്നും ആരും പഠിപ്പിക്കത്തില്ല. ഞാനും പല സ്ഥലത്തും പഠിച്ചതാണ്, പക്ഷെ ഒരിടത്ത് പോലും അത്രയൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. എല്ലാ ക്ലാസ്സുകളും ഞാൻ കേൾക്കും. ഞാനിവിടെ ഒരു ദിവസം ഇപ്പോൾ തന്നെ വേറൊരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ക്ലാസ്സും ഞാൻ കേൾക്കാറുണ്ട്. ഇപ്പൊ വാസ്തുവിന്റെ ഒരു ക്ലാസ് ഒന്ന് തുടങ്ങി, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം ഞാൻ അതും കേൾക്കും. അങ്ങനെ ഞാൻ എല്ലാ ക്ലാസ്സുകളും എല്ലാ ദിവസവും എൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ ക്ലാസ് കേൾക്കുകയാണ്. ഒന്നെങ്കിൽ ജ്യോതിഷം, ഇല്ലെങ്കിൽ വാസ്തു, ഇല്ലെങ്കിൽ രണ്ടും കൂടി കേൾക്കും. ഞാൻ രാത്രി 8-7 മണി മുതൽ ഞാനൊരു 9-10 മണി വരെ ഇതിനായിട്ട് തന്നെ മെനക്കെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനായിട്ട് ഞാനൊരു ചെറിയൊരു വീട് എടുത്തിട്ട് അവിടെ ഞാൻ ഇരിക്കുകയാണ്. നെറ്റ്വർക്കൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വേണം. ഇതിനു വേണ്ടി തന്നെ സത്യം പറഞ്ഞാൽ ത്യാഗം പോലെയാണ് ഞാനിത് ഈ ഒരു പ്രസ്ഥാനത്തെ ഞാൻ കൊണ്ടുപോകുന്നത്. ഇതിൽ വന്ന് പഠിച്ച എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാണ്. മോഹൻ സാറിനോടും പ്രത്യേകിച്ച് നന്ദി പറയാണ്. കാര്യം സാറ് ഈ സ്ഥാപനത്തിന്റെ ഒരു ഐശ്വര്യം തന്നെയാണ്. സാറ് ഇവിടെ വരൂ, യാദൃശ്യമായിട്ടാണെങ്കിലും സാറ് വന്നു. അത് കഴിഞ്ഞിട്ട് സാറ് എല്ലാ ക്ലാസ്സുകളും ഭംഗിയായി എടുത്തു തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് സാറിൽ നിന്ന് തന്നെ ഒരുപാട് അറിവുകളും പഠിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതിനോടൊപ്പം ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാരോടും ഞാൻ നന്ദി പറയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇനി സാറ് പറയുക. ശരി, പറയേണ്ടതെല്ലാം സാറ് പറഞ്ഞു കഴിഞ്ഞു. എന്നാലും 1-2 കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് സംസാരിച്ചത് പ്രഭാകരൻ നായർ സാറാണ്, ഹരിപ്പാട്. അയാളെ ദേവപ്രശ്നവും പൂജാരിയാണ്. ദേവപ്രശ്നങ്ങൾ വരെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. സന്തോഷമുണ്ട്. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ എല്ലാ സംശയങ്ങളും ലഘൂകരിക്കാൻ കഴിയുള്ളൂ. വെള്ളത്തിൽ ചാടിയാലേ നീന്താൻ പറ്റുള്ളൂ.
അതാണ് എളുപ്പത്തിൽ പറയേണ്ടത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെയുള്ള ജാതകങ്ങൾ കൈ കിട്ടിയാൽ കളയരുത്. അഥവാ കഴിഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒഴിവ് പറയണം. നാളെ നോക്കിത്തരാം, ഞാൻ നോക്കട്ടെ, ഇന്നിപ്പോൾ സമയമില്ലെന്നതിന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു ഫലം പറഞ്ഞു കഴിഞ്ഞാലേ പറ്റുള്ളൂ. കളയരുത്. ഒരു കാരണവശാലും കയ്യിൽ വരുന്ന ജാതകത്തിനെ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് മാറ്റരുത്. എങ്കിൽ പഠിക്കാൻ പറ്റില്ല. ഞാൻ രക്ഷപ്പെട്ടതല്ല, എൻ്റെ ആഫീസും എൻ്റെ കുറച്ച് ബന്ധുക്കളുമാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ഓഫീസിൽ കൊണ്ട് തരുമ്പോഴും ഞാൻ പഠിക്കുക, വീട്ടിൽ കൊണ്ടുവച്ച് നോക്കി, അങ്ങനെയൊക്കെയാണ് രക്ഷപ്പെട്ടത്. അത് കഴിഞ്ഞ് സനൽ കോട്ടയം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ലാൽ സാറിൻ്റെ കോർഡിനേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതായത് കോർഡിനേഷൻ ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ലാൽ സാറിൻ്റെ ഈ ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട കഴിവ് ഒരു പ്രത്യേക കഴിവാണ്. അത് ഒരു ആത്മീയ സ്ഥാപനമാണ്. അതോടൊപ്പം എല്ലാവരും പഠിക്കുകയും ഒരു പകുതി ആത്മീയവും. ഇങ്ങനെ ഒരു സ്ഥാപനത്തിനൊക്കെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പാടാണ്. സാധാരണ വിദ്യാഭ്യാസ സ്ഥാപനം മാത്രമല്ല ഇത്. വെറും വിദ്യ മാത്രമല്ല, മറ്റൊരു തലത്തിൽ കൂടിയുള്ള ദൈവിക ശാസ്ത്രം കൂടെയാണ്. അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിച്ച് പോവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. പിന്നെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ കൃഷ്ണൻ നമ്പൂരി സാറ് പറഞ്ഞു, പൊരുത്തത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. പൊരുത്തത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. 2 ജീവിതങ്ങള് എന്നുള്ള ഒരു പോയിന്റ് കൂടി പറഞ്ഞു. 2 ജീവിതങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പിന്നെ പൊരുത്തം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ കാലത്ത് ഈ പൊരുത്തം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിൽ കിട്ടും. 10 എത്ര പൊരുത്തമുണ്ട്, പാപസാമ്യം എത്ര, ദശാസന്ധി കൊണ്ടോ, ഇത് നോക്കാൻ ജ്യോതിഷരൊന്നും വേണ്ട. മാട്രിമോണിയിലേക്ക് കൊച്ചു പിള്ളേരിരിക്കും, അവർ നോക്കി തരും. നമ്മൾ നോക്കി കൊടുക്കേണ്ട അതല്ല. ചേർക്കാൻ പറ്റുന്നതാണോ പറ്റാത്തതാണോ അത് നമ്മൾ ഡെസിഷൻ എടുക്കണം. അത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും, നെഗറ്റീവ് പോയിന്റ്സ് ഒന്നും കൂടുതൽ അവരോട് പറയാൻ നിൽക്കരുത്. അത് കറക്റ്റ് ആയിരിക്കും, ഒരു തെറ്റും വരില്ല. പ്രാക്ടീസ് ആവണം, നന്നാ പ്രാക്ടീസ് ആയാലേ വരുള്ളൂ. അപ്പൊ അതാണ് സന്താനം സാർ പറഞ്ഞു, ആയുഷിനെ കുറിച്ചും സന്താനത്തിനെ കുറിച്ചും ഒക്കെ ഉള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെയൊക്കെ നോക്കി തന്നെ ചെയ്യണം. പിന്നെ മണി പൂജാരി എറണാകുളം നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നേരിട്ട് കാണാം. ക്ലാസ്സിനെ കുറിച്ച് നല്ല അഭിപ്രായം. പിന്നെ മഞ്ജിത്ത് നല്ലൊരു അഭിപ്രായം പറഞ്ഞു, എക്സലന്റ് ക്ലാസ് ആണെന്ന് പറഞ്ഞു. പരമേശ്വരൻ സാർ പറഞ്ഞു പാലക്കാട് നെന്മാറ. എനിക്ക് പാലക്കാട് മറക്കാൻ കഴിയാത്ത ഒരു സ്ഥലമാണ്. എൻ്റെ റിസർച്ച് ഗൈഡ് പാലക്കാട് പാടൂർ പടിഞ്ഞാറേക്കര അവിടെയാണ്. പിന്നെ പാലക്കാട് ജംഗ്ഷനിങ്ങിന് കോയമ്പത്തൂർ പോകുന്ന ലൈനിലാണ് ഒരു രാധാകൃഷ്ണ പഠിക്കലുണ്ട്. ഇതൊക്കെ പുലികളാണ്, പുലികൾ. അവരുടെയൊക്കെ മുന്നിൽ നമ്മളൊക്കെ ഒന്നുമല്ല. അവരെയൊക്കെയാണ് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സഹായിച്ചതും ഇതെങ്ങനെ ഓരെയൊക്കെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നതൊക്കെ അവിടെ നിന്നാണ്. അതുകൊണ്ട് നെന്മാറ ചിലപ്പോൾ പരമേശ്വര സാറിന് അറിയാൻ കഴിയും, രാധാകൃഷ്ണ പഠിക്കലെ അറിയാൻ കഴിയുമോ എന്നറിയില്ല. കഞ്ചിക്കോട് പോകണ്ട, അതിൻ്റെയൊക്കെ മുൻപ് പാലക്കാട് കഴിഞ്ഞിട്ട് കുറച്ച് കഞ്ചിക്കോട് ലൈനിൽ കുറെ ദൂരം പോകുമ്പോൾ. പിന്നെ ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു ഡീപ്പ് ഇൻസൈറ്റ് ആണ്, പ്രത്യേക തരത്തിലുള്ള ക്ലാസ്സുകളാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യമുള്ളത്, ശ്ലോകത്തിന്റെ അർത്ഥം മാത്രമല്ല അതെങ്ങനെ കിട്ടി എന്നുള്ളത്, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാശിയെക്കുറിച്ച് ആചാര്യൻ പറയുമ്പോൾ മറ്റ് രാശികളെല്ലാം അതിനകത്ത് ബന്ധപ്പെടും. അതാണ് അതിൻ്റെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അത് മനസ്സിലായാലേ ജാതകം നോക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോ ഒരു ദുർബല ജാനു, മേടത്തിന് ദുർബല ജാനു എന്ന് പറയുന്നത് കാരണം ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് അറിയാവുന്നുള്ളത് തന്നെ. ദുർബല ജാനു എന്ന് പറയാൻ കാര്യം മേടത്തിൽ ശനിക്ക് നീചമാണ്. അതുകൊണ്ടാണ് ദുർബല ജാനു എന്ന് പറയുന്നത്. ശനി വന്നിട്ട് കാൽമുട്ടിനെ സൂചിപ്പിക്കുന്ന ഗ്രഹം. കാൽമുട്ടിനെ സൂചിപ്പിക്കുന്ന ഗ്രഹം ലഗ്നത്തിൽ നീചമായതുകൊണ്ട് മുട്ടിന് വേദന വന്നു. അതേസമയം ഈ ശനി നല്ല ബലമാറ്റി നിന്ന് കഴിഞ്ഞാൽ അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുപോലെ അല്പപുത്ര രാശികള്
അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. ആ രാശിക്കും 5-ാം ഭാവത്തിനും 5-ാം ഭാവപതിക്കും ലഗ്നാധിപനും വ്യാഴത്തിനൊക്കെ ബലമുണ്ടെങ്കിൽ ഒന്നും ചെയ്യൂല. റീസണബിൾ ആയിട്ട് തന്നെ പഠിക്കണം. പിന്നെ അശോകൻ ആലുവ നല്ല ക്ലാസ് എന്ന് പറഞ്ഞു, സന്തോഷമുണ്ട്. പിന്നെ രൂപ കാച്ചാണി ഞാൻ ആഴ്ചയ്ക്ക് ഒരു ദിവസം കാച്ചാണി കടന്നു പോകും. എൻ്റെ മകളുടെ അയച്ചിക്കുന്ന കാച്ചാണിയിലാണ്. കാച്ചാണി സെക്രട്ടേറിയറ്റ് കോളനി. കാച്ചാണി എനിക്ക് അറിയപ്പെടുന്ന സ്ഥലമാണ്. നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം. കാച്ചാണിയിൽ വരുമ്പോൾ ബോർഡൊക്കെ കാണണം, രൂപയുടെ ബോർഡൊക്കെ കാണണം. പിന്നെ ഗോപൻ തൊടുപുഴ ഫോറസ്റ്റിൽ നിന്ന് റിട്ടയർ ആയെന്ന് പറഞ്ഞു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യണം. കുറച്ചുപേരെ ജാതകവും നോക്കി പ്രശ്നമൊക്കെ വെച്ച് മനസ്സിലാക്കി പഠിക്കണം. കുറച്ച് ഫണ്ടമെന്റൽ കിട്ടിയല്ലോ, ഇനി വായിച്ചാൽ മനസ്സിലാവും. പിന്നെ ഇന്ദിര എന്ന് പറഞ്ഞ ഒരാളൂടെ വന്നു, നോട്ട്സ് എല്ലാം നന്നായിരിക്കുന്നു, പൊരുത്തം നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ജ്വാല മേഡം നമുക്ക് എപ്പോഴും അറിയുന്ന ആളാണ്. ഒരു ജ്യോതിഷത്തിനെ കുറിച്ച് നന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്നും പറഞ്ഞതിന് ഒരു മറുപടി, കൃത്യമായിട്ടുള്ള ഒരു മറുപടി വന്നു ഇന്നത്തെ എക്സാമ്പിളില്. അത് ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല കൺഗ്രാജുലേഷൻ, നന്നായിട്ട് വരണം. പിന്നെ ടീച്ചിങ് സ്റ്റൈല് നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രാമാനന്ദൻ സാർ ചോറ്റാനിക്കര എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായമാണ് നമുക്ക് വില. പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഓരോ ബാച്ച് കഴിയുമ്പോഴും പുതിയ എക്സാമ്പിൾ വരുമ്പോൾ അതിൽ വരുന്ന കാര്യം വ്യത്യസ്തമായിരിക്കും. അതാണ് ഇങ്ങനെ ക്ലാസ് വ്യത്യാസപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ജാതകം പോലെ ഇരിക്കില്ല വേറെ ഒരു ജാതകവും. ഓരോന്നിനും ഓരോ വിഷയങ്ങളാണ്. നിങ്ങൾ ചെയ്യാനുള്ളത് ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഞാൻ കഴിഞ്ഞ 1-2 ക്ലാസ്സിൽ പറഞ്ഞു, നമ്മളെ ഗുരു ആരെന്ന് ചോദിച്ചാൽ വ്യക്തമായി എഴുതപ്പെട്ട ഓരാശാസ്ത്രവും പ്രശ്നമാർഗവുമാണ് നമ്മളെ ഗുരു. 2 ഗുരുക്കന്മാർ. അത് ആ ബുക്കിനെ വളരെ സൂക്ഷിച്ച് വെക്കണം. ഉള്ള കാലം അത്രയും സൂക്ഷിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിയ നോട്ട് കംപ്ലീറ്റ് എവിടെ ഉണ്ടെന്നുള്ള വായിച്ചെടുക്കണം. അതിനെ ഗുരുവായിട്ട് കണ്ടോളണം. അപ്പോൾ ആ നോട്ടിനെ ഒരു ഡയറിക്കകത്താക്കി സൂക്ഷിച്ച് നന്നായിട്ട് വായിച്ച് എവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതും കൂടി നോക്കിക്കൊള്ളണം. എല്ലാവരും നല്ല ജ്യോത്സ്യന്മാരായിട്ട് വരണം. എന്നാലേ നമ്മൾ ഈ പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്കൊരു സന്തോഷം ഉണ്ടാവും. നമ്മുടെ സ്ഥാപനത്തിന്റെ പേരും എല്ലായിടത്തും അറിയപ്പെടണം. ഇവിടെ പഠിച്ച ആൾക്കാരാണ്. പിന്നെ നമ്മൾ ഒരു തമിഴിൽ ഒരു കവിതയുണ്ട്, തിരുക്കുറൾ കേട്ടിരിക്കും എല്ലാവരും. തിരുവള്ളുവർ എഴുതിയ തിരുക്കുറൾ. തൊട്ടനയത്ത് ഊറും മണർക്കേണി മാന്തർതം കറ്റനയത്ത് ഊറും അറിവെന്ന്. അതായത് മണലാരണ്യം എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ കരയിൽ കിടക്കുന്ന മണലിനെ തോണ്ടിക്കഴിഞ്ഞാൽ സമുദ്രത്തിൽ ചെന്ന് നിൽക്കുമെന്നാണ്. സമുദ്രത്തിൽ ചെന്ന് നിൽക്കും, പിന്നെ അത് അതിന് എൽകയില്ല, അന്തമില്ല. അതുപോലെ എത്രത്തോളം പഠിക്കുന്നു, എത്രത്തോളം പഠിപ്പിക്കുന്നു, അത്രത്തോളം നമ്മളെ അറിവ് കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞു തരുന്നു അത്രയും നമ്മൾ പ്രിപ്പയർ ചെയ്താണ് പറഞ്ഞു തരുന്നത്. അപ്പോഴും നമ്മുടെ അറിവും കൂടും. അത് തന്നെയാണ് ഇതിന്റെ രഹസ്യം. അതുകൊണ്ട് പഠിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു സാർ. നമസ്തേ സാർ, എൻ്റെ പേര് അഞ്ജലി എന്നാണ്. അതാണ് ഒരാൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞത്. സാർ, എൻ്റെ നെറ്റ് ഒന്ന് പോയായിരുന്നു. അതുകൊണ്ടാണ് പറയാൻ പറ്റാതിരുന്നത്. അപ്പം എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ്. പിന്നെ ഞാൻ വാസ്തു പഠിച്ചിട്ടുണ്ട്, സിവില്, ഇപ്പൊ പൊസിഷൻ പഠിക്കുന്നുണ്ട്. അപ്പൊ മോഹൻ സാറിന്റെ ക്ലാസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ സാറിന്റെ ക്ലാസ് കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന ഒരാളുമാണ്. ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയ ക്ലാസ്സിൽ ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം സാറിന്റെ ക്ലാസ് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പിന്നെയും പഠിക്കാൻ തോന്നുകയാണ്. അപ്പൊ ഫീസിനെ കുറിച്ച് പോലും ഞാനിപ്പോ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. കാരണം കൂടുതൽ പുതിയ അറിവുകൾ സാറിൽ നിന്നും പകർന്നു കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാറിന്റെ അടുത്ത് ഒരുപാട് നന്ദിയും കടപ്പാട് സ്നേഹവും അറിയിച്ച് ലാൽ സാറിനോട് അതുപോലെ തന്നെ അറിയിക്കുന്നു. നന്ദി. താങ്ക് യു സാർ.
നമ്മുടെ ഈ സ്ഥാപനത്തില് നമ്മൾ വിവിധ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഇപ്പം ജ്യോതിഷത്തിന്റെ തന്നെ അടിസ്ഥാന ജ്യോതിഷം, അതുപോലെ തന്നെ പ്രശ്നം, മുഹൂർത്തം, ദേവപ്രശ്നം, പിന്നെ ക്ഷേത്രവാസ്തു, പിന്നെ വെറ്റില ജ്യോതിഷം, പിന്നെ പാമിസ്ട്രി, പിന്നെ അതുപോലെ തന്നെ പെൻഡില ജ്യോതിഷം, അതുപോലെ ശംഖ് ജ്യോതിഷം. അപ്പൊ ഈ ക്ലാസ്സുകളെല്ലാം പിന്നെ പഠിപ്പിക്കുന്നത് എൻ്റെ ഗുരുക്കന്മാർ തന്നെയാണ്. കാര്യം ഞാൻ ഇവരുടെ അടുത്തെല്ലാം പഠിക്കാൻ പോയി. ഞാൻ അവരോട് പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ മറ്റുള്ളവരിലും കൂടി എത്തിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ തന്നെ ഞാൻ ക്ഷണിച്ചു ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് അവരെ കൊണ്ടാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. വാസ്തുശാസ്ത്രം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്നെയാണ് ഇവിടെയും പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തെ അവിടെ പുള്ളിയെടുത്ത് ഞാൻ 2018 പഠിക്കാൻ പോയതാണ്. അവിടെ നിന്ന് അദ്ദേഹം ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് ഇവിടെയും പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹമാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു അധ്യാപകൻ. അങ്ങനെ എല്ലാ അധ്യാപകരും ഇവിടെ ഞാൻ പോയി കണ്ട എൻ്റെ ഗുരുക്കന്മാരാണ് ഇവിടുത്തെ എല്ലാ അധ്യാപകരും. അപ്പൊ അവരെല്ലാം മിടുക്കന്മാരാണ്, അവരെല്ലാം നല്ല ആൾക്കാരാണ്, അവരെ നല്ല രീതിയിൽ പറഞ്ഞു തരുന്നതാണ്. അത് മാത്രമല്ല ഇതെല്ലാവരിലും എത്തിക്കുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇവരെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ക്ലാസ്സുകൾ എടുപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും മോഹൻ സാറിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹയർ ക്ലാസ്സുകൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ പലരും ആവശ്യപ്പെട്ടിരുന്നു. അത് തീർച്ചയായിട്ടും നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. നമുക്ക് അങ്ങനെയുള്ള എക്സാമ്പിൾ മാത്രം വെച്ചുള്ള ഒരു ക്ലാസ് വേണമെന്ന് പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി ദേവപ്രശ്നത്തിലെയും ഇതിലെ പിന്നെ കുടുംബ പ്രശ്നത്തിലും പെട്ട കാര്യങ്ങൾ വെച്ചിട്ട് എക്സാമ്പിൾ മാത്രം വെച്ച് ഒരു ക്ലാസ് വെക്കണമെന്ന് പലരും കഴിഞ്ഞ ക്ലാസ്സിലും കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ചുമൊക്കെ ആയിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ വളരെ ആലോചിച്ചിട്ട് നമുക്ക് സാറുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ അറിയിക്കാം. പിന്നീട് ഇതൊരു എക്സാം ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവരും എക്സാം എഴുതുക. എക്സാം എഴുതിയിട്ട് സ്ഥാപനത്തിൻ്റെതായ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മൊമെന്റോയും തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് നേരിട്ട് ഇവിടെ വന്ന് സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം. അന്നൊരു ചെറിയൊരു ക്ലാസ്സും കൂടി വെക്കാം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അതിനെ പറ്റിയുള്ള മറ്റു വിവരങ്ങളെല്ലാം വിശദമായിട്ട് പിന്നീട് പറയുന്നതാണ്, നിങ്ങളുടെ ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ രണ്ട് പരീക്ഷ ഒരുമിച്ച് തന്നെ വരുമോ? അങ്ങനെയൊന്നും വരത്തില്ല. പരീക്ഷയൊക്കെ എനിക്കറിയാലോ, ഞാനല്ലേ ഇവിടെ ടൈം ടേബിൾ ഇടുന്നത്. അപ്പൊ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടാവുമെന്ന് അറിയാലോ. അങ്ങനെ ഒരിക്കലും വരിക. അപ്പോ മറ്റു സംശയങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നിപ്പം ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ് സർ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.